അക്കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല. പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും, ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല. എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർക്ക്. കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും പിടിച്ചുലച്ച രാഹുൽ ലൈംഗികാരോപണങ്ങളിൽ നിയമ നടപടികളുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരാതിക്കാർക്ക് സംരക്ഷണം നൽകുമെന്നും ഉറപ്പ് നൽകി. വിവിധ പരാതികളിൽ പാലക്കാട് MLA-ക്കെതിരെ കേസെടുത്തു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശരിയല്ലാത്ത പ്രതികരണമാണ് VD സതീശൻ നടത്തിയതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. MLA ആയി രാഹുൽ തുടരരുത് എന്നാണ് പൊതു അഭിപ്രായം. എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാനാവുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പരാതികളും വെളിപ്പെടുത്തലുകളും വന്നപ്പോൾ അത് VD സതീശൻ കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ വിമർശനം ഇപ്പോഴും തുടരുന്നു. പാർട്ടിയിലും പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് നേരിടുന്നത്. കേരളം ഞെട്ടുന്ന വാർത്തകൾക്കായി കാത്തിരിക്കാൻ പറഞ്ഞതും പാളി. ഒരു ബോംബും പൊട്ടിയില്ല. പക്ഷേ ബോംബ് പോലൊരു ഹൈക്കോടതി വിധിയുണ്ടായി. അതിൽ അദ്ദേഹം ശരിക്കും തളർന്നു. AI ക്യാമറ അഴിമതി ആരോപണത്തിൽ VD സതീശൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി. തെളിവില്ലാത്ത ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും ഉന്നയിച്ചതെന്നുകൂടി ഹൈക്കോടതി വിലയിരുത്തി. സർക്കാരിനെതിരെ പടപ്പുറപ്പാടിനിറങ്ങി ആരോപിച്ചതൊന്നും തെളിയിക്കാനാവാതെ സ്വന്തം കൂട്ടാളികൾ തീർത്ത ബോംബും പേറി അടിമുടി തിരിച്ചടി നേരിടുന്നോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ? ഈ ചോദ്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജെയ്സി തോമസ്, CPIM, അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസ്, അഡ്വക്കേറ്റ് ഷുക്കൂർ, അഭിഭാഷകൻ. ആദ്യം ശ്രീ സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഈ വിഷയത്തിൽ. ഇതുവരെ പൊതുസമൂഹത്തിൽ നടന്ന അതിശക്തമായ ചർച്ചകളും വെളിപ്പെടുത്തലുകളും അതേ തുടർന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. അതിന്മേൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതാ ഇപ്പോൾ കേസുകൾ കൂടി വരികയാണ്. പാലക്കാട് MLA ആയി തുടരുകയും ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒന്ന്, ശ്രീ ശരത്തെ, കേസെടുത്തു അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് കേസെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ടത് കേസെടുക്കാൻ പോകുന്നത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കേസ്. ഇവിടെ ഷുക്കൂർ വക്കീലും ഇരിപ്പുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC-യിലെ 354 ABCD സ്റ്റാക്കിംഗ്. ശരത്തെ, അവിടുന്ന് വല്ലാത്ത രീതിയിൽ ഡിസ്റ്റർബൻസ് വരുന്നു. ഓഡിയോ അല്ലേ? അത് ക്ലിയർ ചെയ്യാം, പറഞ്ഞോളൂ. ക്ലിയർ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ വകുപ്പ് പ്രകാരമുള്ള കേസെടുക്കൽ എന്നാണ് പറഞ്ഞത്. അതായത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കേസ് പഴയ 354, ഇപ്പോൾ അത് BNS വന്നു കഴിഞ്ഞപ്പോൾ 75, 76, 77 ഈ സ്റ്റാക്കിംഗ് STALKING സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന പിന്തുടർന്ന് ശല്യപ്പെടുത്തുക എന്നുള്ള, ഇപ്പോൾ അത് BNS-ന്റെ 78-ാം വകുപ്പ് പ്രകാരം കേസെടുത്തു എന്നാണ്, കേസെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു, അല്ലെങ്കിൽ ഷുക്കൂർ വക്കീൽ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹവും അത് ക്ലാരിഫൈ ചെയ്യും. സാർ, ആരാണ് ഇവിടെ പരാതിക്കാര്, ആരെ പിന്തുടർന്നു എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ കേസെടുക്കുന്നത്. ഇവിടെ എന്തെങ്കിലും അന്തരീക്ഷത്തിൽ കേട്ടു എന്നതുകൊണ്ട് അങ്ങനെ കേസെടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. കേസ് എടുത്തു എന്നതുകൊണ്ട് ആ കേസ് നിലനിൽക്കാനൊക്കത്തില്ലല്ലോ. അപ്പൊ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ 308 വകുപ്പ് പ്രകാരം കേസെടുക്കും, ചെരുപ്പെറിഞ്ഞാൽ 308 വകുപ്പ് പ്രകാരം കേസെടുക്കും. ആ കേസൊന്നും കോടതിയിൽ ചെല്ലുമ്പോൾ നിൽക്കുന്നതല്ല. ഇവിടെ ഈ 354D-യിലും ഇപ്പോഴത്തെ 78-ാം വകുപ്പിൽ പറയുന്നത് ഒരു സ്ത്രീയെ പിന്തുടർന്ന് അവരെ നിരന്തരമായിട്ട് ശല്യം ചെയ്യുക. ആ ശല്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ലാത്ത ആളെ ശല്യം ചെയ്യുക. ഇങ്ങോട്ട് ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് ഫോൺ വിളിക്കുകയോ അത് ആ ശല്യം ചെയ്യലിൽ വരുന്ന ഒരു കാര്യമല്ല. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആദ്യം പുറത്തു വരേണ്ട ഒരു കാര്യം, ആരെയാണ് ശല്യം ചെയ്തത് എന്നുള്ള കാര്യം ഇവിടെ പുറത്തു വരണം. അത് ഇതുവരെ ഈ നിമിഷം വരെയും പുറത്തു വന്നിട്ടില്ല. ചില എന്താ പറഞ്ഞ വാട്സാപ്പ് മെസ്സേജുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഉള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ആരെയാണ് നിരന്തരമായിട്ട് ശല്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വന്നിട്ടില്ല. ഇനി രണ്ടാമത് അങ്ങ് ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ട് ഇദ്ദേഹം രാജിവെക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ഫോറത്തിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ആദ്യം തുടങ്ങുന്ന പോലെ ഞാൻ ചോദിക്കുന്നു. ഞാൻ വളരെ വിനയപുരസരം ശ്രീ ശരത്തിനോട് ചോദിക്കാനുള്ളത്,
ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും MLA മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്, അവരുടെ പദവികൾ രാജിവെച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അവരുടെ പദവികൾ രാജിവെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MLA-യോ MP-യോ ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക ആരോപണം ഉണ്ടായതിന്റെ പേരിൽ ഇന്നോളം കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും തന്റെ MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചതിന്റെ ഒരു പ്രീസിഡന്റ് എനിക്കറിയത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് മധ്യപ്രദേശിലെ ഏതോ ഒരു BJP MP എന്നെ രാഹുൽജി എന്ന് പറയുന്ന ഒരാൾ രാജിവെച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ ഒരു പ്രതിനിധി പറഞ്ഞത്. അതല്ലാതെ എന്റെ ഒരു അറിവിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും MLA-മാരോ സേനാപതി അവിടെ ഈ കേസിൽ അതെ മനസ്സിലായി, അതായത് താങ്കളോട് തന്നെയാണ്, അതായത് ഇതിൽ ഇത്രത്തോളം പോയ അനുഭവം ഇല്ല മറ്റ് കേസുകൾക്ക്. ഇന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞപ്പോൾ അദ്ദേഹം സ്പഷ്ടമായി പറഞ്ഞൊരു കാര്യമുണ്ട്, മുൻപ് ചില കാര്യങ്ങൾ ഇവിടെയും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്, മുൻപും ചില കാര്യങ്ങൾ. പക്ഷേ ക്ലിയർ ചെയ്യാം ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ജയിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഷുക്കൂർ വക്കീലിലേക്ക് കൂടി ഒന്ന് പോകട്ടെ. ഇതേ ഭാഗം കേസെടുത്തു, ക്രൈംബ്രാഞ്ച് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്, നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതികൾ വരുമ്പോഴും നേരത്തെ ശ്രീ സേനാപതി ചോദിച്ചതിൻ്റെ ഒരു ചോദ്യം, ഇതിൽ യഥാർത്ഥ പരാതിക്കാരാര്, പരാതിക്കാരികൾ എവിടെ എന്നുള്ള ഒരു ചോദ്യം, ആ ധ്വനി അതിലുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ഞാനതാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്, മുൻപ് ചില കാര്യങ്ങൾ ഇവിടെയും രാജ്യത്തും പലയിടത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, സമാനമായ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത്രത്തോളം പോയ അനുഭവമില്ല എന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുറത്തു വന്ന പല റിപ്പോർട്ടുകളും ശബ്ദരേഖകളും ഒക്കെ പരാമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ, ഭീഷണി, ക്രിമിനൽ രീതി, ഇതെല്ലാം ഈ കേസിനെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നു. നിരവധി പരാതികൾ. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നേരത്തെ ശ്രീ സേനാപതി വേണു എന്ന അഭിഭാഷകൻ കൂടിയായ കോൺഗ്രസ് നേതാവ് ചോദിച്ച അല്ലെങ്കിൽ ഉന്നയിച്ച ചില സംശയങ്ങൾ ഇതിലെങ്ങനെയാണ് താങ്കളുടെ ഭാഗത്തു നിന്നും പരിശോധിച്ചാൽ? കേസുകളിലേക്ക് പോകുന്നൊരു അടുത്ത ഘട്ടം വരികയാണല്ലോ. തീർച്ചയായും ഈ വാർത്തകൾ ഇപ്പം നമ്മുടെ മീഡിയ ആണിത് പുറത്തുവിട്ടത്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ. ആദ്യമായി അപ്പം റിനി എന്ന് പറയുന്ന നേരത്തെ മാധ്യമപ്രവർത്തകയായിരുന്നവർ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. അവരുടെ ഒരു ഇൻ്റർവ്യൂ വഴിയാണ് ഇത് പുറത്തേക്ക് വരുന്നത്. പിന്നെ മാധ്യമങ്ങൾ തീർച്ചയായും 2 ആൾക്കാർ, അവരെ കൂടാതെ വേറെ 3 ആൾക്കാരുടെ വോയിസ് ക്ലിപ്പുകൾ പുറത്തേക്ക് വന്നു. അതിൽ 2 പേര് ഗർഭിണികളായിരുന്നു. അതിലൊരാളെ അബോർഷൻ നടത്താൻ സമ്മതിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന രീതിയിലേക്കുള്ള സംഗതി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ക്രിമിനൽ സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പം എല്ലാ കേസിലും ഇപ്പം നമ്മളൊരു റോഡിലൊരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ഒരു പരാതിക്കാരനില്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു സൊമോട്ടോ FIR തയ്യാറാക്കുക. ഇതിലിപ്പോൾ ഇത് ഉത്തരവാദപ്പെട്ട മാധ്യമപ്രവർത്തകരാണ് ഈ വോയിസ് ക്ലിപ്പുകൾ എയർ ചെയ്യുന്നത്. വളരെ ഇപ്പോൾ കൈരളി TV-യിൽ ഒരു സാധനം എയർ ചെയ്യുമ്പോൾ നിങ്ങൾ എഡിറ്റേഴ്സൊക്കെ അതിനെ ആലോചിച്ചിട്ട് ഇത് എയർ ചെയ്യുന്ന അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കും. അപ്പം അങ്ങനെ എയർ ചെയ്യുന്നൊരു സംഗതി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു SHOക്ക് സൊമോട്ടോ FIR ഇടാമായിരുന്നു. ഞാനിത് നേരത്തെ മുകേഷിൻ്റെ ഒക്കെ ഇഷ്യൂ വന്ന സമയത്ത് മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ ഞാൻ അന്ന് FIR ഇടാൻ പാടില്ലെന്ന് ശക്തമായി പറഞ്ഞ ഒരാളാണ് ഞാൻ. കാരണം അതിനുശേഷം ഹൈക്കോടതി ആ കേസ് പരിശോധിച്ചു. ഹൈക്കോടതിയുടെ നിലപാട് കോഗ്നിസബിളായ ഒരു ഒഫൻസിൽ, അതായത് പോലീസിന് സ്വന്തം കേസെടുക്കാൻ കോടതിയുടെ അനുവാദമില്ലാതെ കേസെടുക്കാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യം വെളിവായി കണ്ടാൽ പോലീസിന് FIR രജിസ്റ്റർ ചെയ്താം. ആ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം 2ാം ഭാഗത്താണ് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഈ ആരൊക്കെ ഇതിൽ ഇപ്പം 35 കേസുകൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കേരള പോലീസ് അന്വേഷിച്ചിരുന്നു. വളരെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്പെഷ്യൽ ടീമിനെയാണ് വെച്ചത്. അതിൽ പലരും അതിനുശേഷം നമ്മൾ CRPC നേരത്തെ 161, 62 സെക്ഷൻ വകുപ്പ് പ്രകാരമെല്ലാം ഇവരുടെ ഈ വിക്ടിമായ ആൾക്കാരുടെയും സാക്ഷികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തിയ ഘട്ടങ്ങളിലൊക്കെ അവരാരും തുടർന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് കേസ് അവിടെ സ്റ്റക്കായി. അത് ഈ കേസിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വളരെ ഉത്തരവാദപ്പെട്ട, വളരെ വലിയ വിദ്യാഭ്യാസമുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള ഈ 3 സ്ത്രീകളാണ് ഉൾപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, അത് ശരിയല്ലാത്തതുകൊണ്ടാണ് അവരാരാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ സൂചനകളൊന്നും പറയാൻ നമ്മളാരും തയ്യാറാകാത്തത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവരെപ്പോഴാണ് ആ ട്രാൻസ്ജെൻഡറായ സ്ത്രീ എന്താ പറഞ്ഞത്, അവർ പറഞ്ഞത് ഭീഷണി കൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഒക്ടോബർ 1-ന് അവർ ഓഗസ്റ്റ് 1-ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവരൊരു വോയിസ് ക്ലിപ്പ് അയക്കുന്നു. അതിനുശേഷം അവർ 22-ന് മറ്റാണ് അവർ പരസ്യമായിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. അവർ പറയുന്നത് ഞാൻ ഭീഷണിയിലായിരുന്നു. അപ്പോൾ ഒരു ത്രട്ട് അല്ലെങ്കിൽ ഒരു ത്രട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അത്തരം ഘട്ടങ്ങളിൽ കാര്യങ്ങൾ പറയാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇന്ന് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദപ്പെട്ട ആളെന്ന നിലയിൽ മുഖ്യമന്ത്രി ഇത് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്ക് നേരത്തെ
ദിലീപ് പ്രതിയായ കേസ് വന്നപ്പോൾ അന്നത്തെ സിനിമാ പ്രവർത്തകർ മുഖ്യമന്ത്രി പോയി കണ്ടതിന് ശേഷം മഞ്ജു വാര്യർ അടക്കമുള്ള ഭാഗ്യലക്ഷ്മി അടക്കമുള്ള അന്നത്തെ ആ മുഖ്യമന്ത്രി കാണാൻ പോയ ആൾക്കാരൊക്കെ പറഞ്ഞത് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം അദ്ദേഹം നൽകിയ ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് എന്ന് പറയുന്നത് ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്നുള്ള സ്റ്റേറ്റിൻ്റെ ചീഫിൻ്റെ ഉറപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് മുഖ്യമന്ത്രി പരസ്യമായിട്ട് യാതൊരു ശങ്കയില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് ആവശ്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ്, അത് ബാധ്യസ്ഥമാണ്. അത് നിയമപരമായും ഭരണഘടനാപരമായും ധാർമ്മികമായും മുഖ്യമന്ത്രിയുടെയും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അത് സ്പെസിഫിക്കായി മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ, ഇതിനെ തുടർന്ന് വളരെ ഇപ്പം ഇത് ശരത് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ മുമ്പ് ഇന്ത്യയിൽ കാണാത്തൊരു രീതിയാണ്. ഇതിനു മുമ്പ് ഇപ്പോൾ വോയിസ് ക്ലിപ്പുകൾ ഞാൻ ഇവിടെ വരട്ടെ പോകട്ടെ എന്നൊക്കെ വോയിസ് ക്ലിപ്പൊക്കെ വലിയ വലിയ ആൾക്കാർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നേരത്തെ ഒരു മിനിസ്റ്ററുമായിട്ട് ഒരാൾ വേഷം മാറിയിട്ട് വർത്തമാനം പറഞ്ഞതും പൂച്ചക്കുട്ടി ആയതൊക്കെ നമ്മൾ കേട്ടതാണ്. അതുപോലത്തെ ഒരു സംഭാഷണമല്ല ഇതിലുള്ളത്. അതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ കൊളോക്കിൽ പഞ്ചാരടി എന്നൊക്കെ പറയാം. ഇത് പഞ്ചാരടിയിലെ ഒരു ലാംഗ്വേജ് അല്ല ഇതിലുള്ളത്, ഇത് ഭീഷണിയാണ്, അവരുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇന്നേ വരെ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ഭാഷയാണ്. ആ ഭാഷ വരുന്നത് അയാൾക്കുള്ള അധികാരത്തിൻ്റെ പുറത്താണ്, അയാൾക്ക് ഉണ്ടാകുന്ന പ്രിവിലേജിൻ്റെ പുറത്താണ്. അല്ലെങ്കിൽ തന്നെ ഹൈലി പാട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ ആണുങ്ങൾ ഒരുപാട് പ്രിവിലേജ് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കുന്ന പ്രിവിലേജിൻ്റെ പുറത്ത് അധികാരമുള്ള ലക്ഷക്കണക്കിന് വെട്ടുവിളികൾ അയാൾക്ക് ശിങ്കിടികളായുള്ള ഒരാൾ പറയുന്ന സമയത്ത് അവർക്കെതിരെ ഇപ്പം തന്നെ റിനി എന്ന് പറയുന്ന ആ മാധ്യമപ്രവർത്തക അവരിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയാണ്, ഞാൻ വി.ഡി. സതീശനുമായി ഗൂഢാലോചന നടത്തിയിട്ടല്ല വെളിപ്പെടുത്തൽ നടത്തിയത്. എന്തുകൊണ്ടാണ് അവർ പറയേണ്ടി വരുന്നത്? ഷാനിമോൾ ഉസ്മാനി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഉമാ തോമസിന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ബിന്ദു കൃഷ്ണയ്ക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെയൊക്കെ പ്രൊഫൈലിൻ്റെ താഴെ, അവരുടെയൊക്കെ എല്ലാ പോസ്റ്റിന് താഴെ നൂറുകണക്കിന് തെറികളാണ് ഓരോ ദിവസവും സൈബർ കോൺഗ്രസിൻ്റെയും സൈബർ ലീഗിൻ്റെ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും അപകടകരമായ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രിയുടെ സുരക്ഷിതത്വം നൽകുന്ന വാക്കുകളുണ്ടല്ലോ, നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നുള്ള വാക്ക്, അത് വളരെ ശ്രദ്ധേയമാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടത്. രണ്ടാമത്തെ ഭാഗം, ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, അതിൻ്റെ ഡിജിറ്റലായ തെളിവുകൾ സമൂഹത്തിൻ്റെ മുന്നിൽ നിരന്ന് നിൽക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല മൂന്ന്. ഈ മൂന്ന് ആൾക്കാരുടെ വോയിസ് ക്ലിപ്പുകൾ, അവരുടെ ഒരാളുടെ ടെലിവിഷൻ ചാനലുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ നിരന്ന് നിൽക്കുമ്പോൾ ഈ വൈകൃതത്തെ, ഇത് സത്യം പറഞ്ഞാൽ ഇത് പെർവേഷനാണ്, ലൈംഗിക വൈകൃതം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കേരളത്തിലുണ്ടായ പല സംഭവങ്ങളുമായി സാമീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇന്ന് പാലക്കാട് BJPയുടെ ഒരു നേതാവിനെതിരെ, നേരത്തെ ഇലക്ഷനിൽ മത്സരിച്ച ആൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. എന്താണ് ആരോപണം? 2014 അയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എപ്പോൾ? 2014 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ. BJPയെ സംരക്ഷിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ, ഞാൻ എൻ്റെ ഫാക്ട്സ് പറയാണ്. 2014 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റുള്ള സമയത്ത് അയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ആ പോലീസ് അന്വേഷിച്ചു കുറ്റക്കാരനല്ല എന്ന് കണ്ട് തീർത്ത ഒരു കേസിൽ വീണ്ടും അതേ കാര്യം ആവർത്തിക്കുകയാണ്. എന്നിട്ട് വളരെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളും അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം എന്താ? നമ്മൾക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് അവസാന ഭാഗത്തും ഒന്നാം പിണറായി ഗവൺമെൻറ് അവസാന ഭാഗത്തുണ്ടായ സംഗതി നമുക്കെല്ലാവർക്കും അറിയാം. കേരളം അത് വിലയിരുത്തിയാണ്. അങ്ങനെ നിരന്തരമായി പറഞ്ഞിട്ടും 91 സീറ്റ് ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ്റാണ് 99 സീറ്റിലേക്ക് എത്തുന്നത്. അത്രയും ഗുരുതരമായ കാര്യങ്ങൾ ആരോപിക്കുന്ന സമയത്ത് വക്കീൽ, അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു കാര്യം, നമുക്കതിൻ്റെ ആ ഭാഗത്തേക്ക് വരാം. അതിന് മുമ്പൊരു കാര്യം, ഇപ്പോൾ വളരെ ചെറുതായൊരു റെസ്പോൺസ് ഞാൻ ജയിക്കിലേക്ക് പോകും മുമ്പ്, അതായത് താങ്കൾ നേരത്തെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചല്ലോ. അന്ന് മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്ന് കൊടുത്ത ഉറപ്പ്, ഇന്ന് സമൂഹത്തിന് മുമ്പാകെ അദ്ദേഹം വ്യക്തമാക്കിയ ഉറപ്പുകൾ. കാരണം ഇതിൽ ആ നിലയിൽ ആ പെൺകുട്ടികൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു പറയുന്നില്ല, പക്ഷേ ശബ്ദരേഖകളുണ്ട്. അതൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി വിധേയമാക്കാവുന്നതാണ്. അതേ തുടർന്ന് തന്നെ അതിൽ പറയുന്ന ആളുകളെ കണ്ട് അന്വേഷണ സംഘത്തിന് ധൈര്യം പകർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം ഉണ്ടാകുന്നുണ്ട്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ തന്നെ പറഞ്ഞത് അത് കുറ്റകൃത്യങ്ങളുടെ ഒരു പൊതുപശ്ചാത്തലത്തിൽ വളരെ അപൂർവമായ ഒരു കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു സ്വഭാവം നോക്കിയാൽ ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ അപൂർവമായ രീതിയിലുള്ള ഒരു ക്രിമിനൽ നടപടികളാണോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കാണാനാവുന്നത്? ഈ കേസും ആ നിലയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു രീതിയാണോ ഇതിലുമുള്ളത്? ഒന്ന് ചുരുക്കി.
തീർച്ചയായും ഞാൻ അതാണ് വിചാരിക്കുന്നത്. കാരണം അതിൽ പ്രധാനപ്പെട്ട സംഗതി ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യം നടന്നൊരു സാഹചര്യം നിലവിലുണ്ട്. നടന്നു എന്നുള്ള ഫാക്റ്റാണ്, നടന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുതയിൽ ഒരു കോടതി, ഒരു പോലീസ് സ്റ്റേഷൻ മുമ്പാകെ എത്തിയാലേ അത് ഇൻ മോഷൻ ആവുകയുള്ളൂ. നമ്മൾ പറഞ്ഞാൽ അത് അനക്കം വരികയുള്ളൂ. ആ അനക്കം വരാനുള്ള സാഹചര്യത്തിലേക്ക് സ്റ്റേറ്റിന് സ്വമേധയെ എത്താനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ഇയാൾ പ്രതിപക്ഷത്തുള്ളൊരു MLA ആണ്. രാഷ്ട്രീയ ദുരുദ്ദേശത്തോട് കൂടിയിട്ട് ഗവൺമെൻറ് ഇയാൾക്കെതിരെ കേസെടുക്കുന്ന ഒരു ആരോപണം വന്നാൽ അത് ഗവൺമെൻറ് ദോഷമുണ്ടാക്കും. അപ്പോൾ ഇന്നൊരു പരാതി കിട്ടുകയും ആ പരാതിയുടെ പുറത്തൊരു FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ വിശദമായ തറവ് ഇൻവെസ്റ്റിഗേഷൻ, വളരെ ഡെപ്തുള്ള ഇൻവെസ്റ്റിഗേഷൻ, ആരൊക്കെയാണ് ഈ മൊഴി കൊടുത്ത ആളുകൾ, അത് പത്രപ്രവർത്തകരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും അവർക്ക് എവിടെ നിന്നാണ് ഈ വോയിസ് ക്ലിപ്പ് കിട്ടിയത്. അവർ സോഴ്സ് വെളിപ്പെടുത്തണം എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു ക്രൈം നടന്നതിൻ്റെ കാര്യങ്ങൾ പറയാൻ, ഒരു ക്രൈം നടന്നത് ഇപ്പോൾ ശരത്തിൻ്റെ മുമ്പിൽ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ശരത്തിന് വാർത്തയാക്കുക മാത്രമല്ല, ആ കുറ്റകൃത്യത്തിൽ സാക്ഷി പറയാൻ ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു ധാർമ്മിക ബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ ഉത്തരവാദിത്വമുണ്ട്. അപ്പം ഈ TV ചാനലിൽ എവിടെ നിന്നാണ് ഈ വോയിസ് കിട്ടിയത്, ആരാണ് ആ വോയിസിൻ്റെ ഉടമ, അവരോട് കണക്ട് ചെയ്ത് കൊടുക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ നമ്മൾ ശബ്ദം കേട്ട സ്ത്രീകൾ, പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുകയും അവർക്ക് ആവശ്യമായ രീതിയിൽ ധൈര്യം നൽകാനും സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറായാൽ തീർച്ചയായും ഈ ലൈംഗിക വൈകൃതമുള്ള ആൾക്കാരെ പൂട്ടാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും. അതിന് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ കോൺഗ്രസ് ഒന്നോ BJP ഒന്നോ ലീഗൊന്നോ CPM ഒന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളുടെ പിന്തുണയും ഈ ഗവൺമെൻറ് ഉണ്ടാവുന്നത് തന്നെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ജയ്ക്ക്, ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും ഭീരമായ നടപടിയെടുത്തു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ സസ്പെൻഷനെക്കുറിച്ച് ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്, പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനെയൊക്കെ സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുമില്ല, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു നിൽക്കുകയാണിപ്പോൾ. അതിനുശേഷമാണിപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് ആ നടപടികൾ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നൽകിയ ഉറപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയില്ല, അത് ക്ലോസ് ചെയ്തു കഴിഞ്ഞു എന്ന ഒരു നില സ്വീകരിച്ച് നിൽക്കാനാവുമോ? അതെ, ആ ചോദ്യത്തിനുള്ള ഏറ്റവും ഋജുവായ മറുപടി ഇന്ന് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെയുണ്ട്. നിർബന്ധമായി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ആ വാർത്താ സമ്മേളനത്തിലെ ഇതിനെ സംബന്ധിച്ചുള്ള പ്രസക്തമായ ഭാഗം മാധ്യമ പ്രവർത്തകരായ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുമോ? അപ്പോൾ അദ്ദേഹത്തിന്റെ സമഞ്ജസമായ പ്രതികരണം എന്താണ്? എത്ര കാലം ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയുമെന്നാണ് ഈ കൂട്ടർ കരുതുന്നത് എന്നുള്ളതാണ്. എത്ര കാലം ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ ബഹുമാന്യനായ പ്രതിനിധിയാവട്ടെ, ഇന്നലെയും ഇന്നുമൊക്കെയായി പ്രതിപക്ഷ നേതാവട്ടെ, ഈ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കോൺഗ്രസ് ഹാൻഡിലുകൾ മുതൽ അപൂർവം വരുന്ന ചില മാധ്യമ പ്രവർത്തകർ വരെ നമ്മുടെ മുമ്പിലുണ്ട്. അവരൊക്കെ നമ്മുടെ സഹപാനലിസ്റ്റ് കൂടിയായിട്ടുള്ള ഷുക്കൂർ വക്കീൽ പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അവരൊക്കെ ശ്രമിക്കുന്നത് പ്രജ്വൽ രേവണ്ണ മുതൽ ബ്രിജ്ഭൂഷണെ വരെ ചൂണ്ടിക്കാട്ടും, കേരളത്തിൽ ഏതെങ്കിലും ഒരു മറ്റ് പാളയത്തിലെ MLA ചൂണ്ടിക്കാട്ടും, എന്നിട്ട് പറയും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ കാര്യത്തിൽ BJPക്കോ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ടതില്ല, നിങ്ങളൊക്കെ കണക്കാണ്, അതുകൊണ്ട് ബഹുമാനീയനായ പാലക്കാട് MLAയും ഇതേപോലെ തന്നെ കണക്കാണ് എന്നുള്ള നിലയിലുള്ള വൃത്തികെട്ട തരംതാന്ന ബാലൻസിങ്ങിന് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലാകെ അപൂർവം വരുന്ന അന്തസ്സില്ലാത്ത കോൺഗ്രസ് ഹാൻഡിലുകൾ ശ്രമിക്കുന്നത്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയും കോൺഗ്രസ് പ്രതിനിധി അതിന് സമാനമായ ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഞാനിപ്പോൾ ലീക്ക് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു വാട്സപ്പ് ചാറ്റിൻ്റെ വിശദീകരണത്തിലേക്കോ വോയിസ് ക്ലിപ്പിലേക്കോ ഫോൺ സംഭാഷണത്തിലേക്കോ ഒന്നും പോകുന്നില്ല. നമ്മളുടെ മുമ്പിൽ ചരിത്രത്തിൽ ഇങ്ങനെ നടപടി എടുത്തിട്ടുണ്ടോ എന്ന് ആണ് യാതൊരു നാണവും കൂടാതെ ചില കോൺഗ്രസ് നേതാക്കന്മാർ വന്ന് ചോദിക്കുന്നത്. ചരിത്രത്തിൽ ഇത്തരമൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തകരായ നമ്മളെല്ലാവരും അപജയപ്പെട്ട് തലകുനിച്ച് ലോകത്തിന് മനുഷ്യർക്ക് മുമ്പിൽ നിലനിൽക്കേണ്ട വന്ന ഇത്തരമൊരു അനുഭവം കേരളത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി ഒന്ന് വിശദീകരിച്ച് നൽകിയാൽ മതി. എങ്ങനെയാണ് നമ്മളൊരാളെ ട്രീറ്റ് ചെയ്യുന്നത്? എത്രയോ ഇൻഹ്യൂമൈൻ ആയിട്ടാണ്, മനുഷ്യത്വ വിരുദ്ധത എത്രമേൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്, എത്രയോ കുടിലമായിട്ടാണ്, ആർദ്രത തെല്ലുമില്ലാതെയാണ്, എല്ലാ അർത്ഥത്തിലും വളരെ പരിഗണന അർഹിക്കേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റൊരു മനുഷ്യനോട് നിന്നെ കൊല്ലാൻ എനിക്ക് ഇത്ര സെക്കൻഡുകൾ മാത്രം പോരെ എന്ന് ചോദിച്ച ഒരു MLA, കോൺഗ്രസ് അല്ല ഏതുമാവട്ടെ, ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് അങ്ങേക്കൊന്ന് കാണിച്ചു തരാമോ?
ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. അവരോട് പറയുകയാണ്, നിന്നെ കൊല്ലാൻ എനിക്ക് ഇത്ര സെക്കൻഡുകൾ മാത്രം പോരെ, ഇതാണോ വലിയ ടാസ്ക്? ഇത് പറയുമ്പോഴുണ്ടാകുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന ബോധ നിലവാരം എന്താണ്? അയാൾ മനുഷ്യനാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകില്ലേ? രാഷ്ട്രീയമൊക്കെ നിൽക്കട്ടെ, അങ്ങ് സത്യസന്ധമായ അഭിപ്രായം പറ, നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിച്ചു പോകില്ലേ? അത് മാത്രമാണ് പിന്നീട് തുടർച്ചയായി വരുന്ന വാർത്തകളും വിശദീകരണങ്ങളും സംഭവവികാസങ്ങളും എന്താണ്? കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങയെ മാത്രമാണോ മനുഷ്യരെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള മലയാളി ഞെട്ടിപ്പിക്കുകയും നാണിപ്പിക്കുകയും ചെയ്യുന്ന സംഭവവികാസങ്ങൾക്കല്ലേ പിന്നീട് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നത്? അങ്ങ് ഞങ്ങളെ ആരെയും മുഖവിലക്കെടുക്കേണ്ട, അങ്ങയുടെ കൂടെയുള്ള, അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന, അങ്ങയുടെ നിലവാരത്തിലോ അതിനേക്കാൾ മുകളിലുള്ളവരായിട്ടുള്ള വനിതാ നേതാക്കന്മാർ, കോൺഗ്രസിലെ അന്തസ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ബഹുമാനിയായ ശ്രീ പി ജെ കുര്യൻ, ബഹുമാനിയായ ബിന്ദു കൃഷ്ണ, ബഹുമാനിയായ കെ രമ, ബഹുമാനിയായ ഉമാ തോമസ്, ബഹുമാനിയായ ഷാനിമോൾ ഉസ്മാൻ, ഇങ്ങനെ എത്ര പേർ ഇതിനോടൊക്കെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഏറെ പ്രത്യേകതയുള്ള ഒരാളായി കൊണ്ടു നടക്കുന്ന സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ഡോക്ടർ ആഷ എന്താ എഴുതിയത്? സത്യസന്ധമായി പറയുകയല്ലേ, ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഭയം തോന്നുന്നു. നിങ്ങൾ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും വിട്, എല്ലാ കോൺഗ്രസ് വിരുദ്ധരെയും വിട്, നിങ്ങളുടെ കൂടെ അടിയുറച്ച് നിൽക്കുന്ന നിങ്ങളെക്കാൾ വലിയ കോൺഗ്രസ്സുകാർ പറയുന്ന വാചകത്തോട് നിങ്ങൾക്ക് എന്തേ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായമില്ല? അവരാകെ പറയുന്നത് എന്താണ്? ഇയാൾ MLA, ഇതൊന്നും നമ്മുടെ വിഷയമല്ല, ഇയാൾ രാഷ്ട്രീയത്തിലുണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരാൾ സമുദായത്തിൽ, സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ, സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മനുഷ്യരൊത്തുചേരുന്ന ഏതെങ്കിലും ഒരു പൊതുസംവാദ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള ഒരാൾ ഉണ്ടാകാൻ പാടുണ്ടോ? അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് വേണം ഇത്തരം ന്യായീകരണങ്ങളും വെളുപ്പിക്കലുകളും ബാലൻസിങ്ങുകളും നടത്താൻ അങ്ങ് ഇറങ്ങി വരേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ചിന്തിക്കണം. AICCക്ക് ലഭിച്ച പരാതികളൊന്ന് ഇത് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ആരുടേതാണ്? അങ്ങയേക്കാൾ വലിയ നേതാവായിരുന്ന കേരളത്തിലെ ഒരു മുൻ MPയുടെ മകളുടേതല്ലേ? എന്തായിരുന്നു അവർക്ക് നൊന്തുതല്ലി അവർക്ക് പറയേണ്ട വന്ന പരാതി എന്താണ്? അവർക്ക് നേരിടേണ്ട വന്ന പ്രതികരണം എന്താണ്? അത് കാസ്റ്റിയസ് റിമാർക്കായിരുന്നു, ഇല്ലേ? ജാതീയമായ അധിക്ഷേപമാണ്. പറഞ്ഞതാരാണ്? ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞത് പൊതുസമൂഹത്തോട് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇപ്പോഴും കോൺഗ്രസിന്റെ സമുന്നത പദവി അലങ്കരിക്കുന്ന നേതാക്കന്മാരാണ്. ഇങ്ങനെ ഒരാൾ കോൺഗ്രസ്സായി മനുഷ്യനായി നമ്മുടെ നാട്ടിൽ വേണ്ടതുണ്ടോ? അതോ അർഹിക്കുന്ന സാമൂഹിക ബഹിഷ്കരണം നൽകി ഇദ്ദേഹത്തെ റദ്ദു ചെയ്യുകയാണോ വേണ്ടത്? അങ്ങ് ആലോചിച്ച് സത്യസന്ധമായ അഭിപ്രായം പറ. ശരി, ശ്രീ സേനാപതി വേണു, ഇതിൻ്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം, ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവും വലിയ തോതിൽ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇക്കാര്യത്തിലുണ്ട്. ഇപ്പോൾ കോൺഗ്രസിലെ ഒരു ഭാഗം ആളുകൾ അത് രഹസ്യമായി സമ്മതിക്കുന്ന കാര്യമാണ്. പല ആളുകളും ഇപ്പോൾ ജെയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ വളരെ പരസ്യമായി തന്നെ, വളരെ ശക്തമായി തന്നെ അവരുടെ നിലപാടുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെയും ഷാഫിയുടെയൊക്കെ നിലപാടിന് അപ്പുറമാണ്, തങ്ങളുടേത് വ്യത്യസ്തമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ധീരമായി പരസ്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ CPMൻ്റെ സമുന്നതനായ ഒരു നേതാവ്, തലമുതിർന്ന നേതാവ് എന്നതൊക്കെ മാറ്റിവെക്കാം, പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലിരിക്കുന്ന VD സതീശനെക്കുറിച്ച് ഇന്നു പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉറച്ച കോൺഗ്രസ്സുകാർക്ക്, മാർക്സിസ്റ്റ് വിരോധം വളരെ ശക്തമായുള്ള കോൺഗ്രസ്സുകാർക്ക് എടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർ അതിനെ എങ്ങനെ എടുക്കുന്നു, ഇടതുപക്ഷക്കാർ എങ്ങനെ എടുക്കുന്നു എന്ന് മാറ്റിവെച്ച് പൊതുസമൂഹത്തെ ഒന്ന് കണ്ടു നോക്കൂ. രാഷ്ട്രീയത്തിനപ്പുറം മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമല്ല. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത, ആ പദവിയിലിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില പ്രതികരണങ്ങളും നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് സംഭവിച്ചിട്ടുണ്ട്. താല്പര്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്, തെറ്റായ രീതിയിൽ മുൻപ് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ആളുകളെക്കുറിച്ചൊക്കെ വന്നിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ബാധ്യതയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല സീനിയേഴ്സും കോൺഗ്രസ്സിനുള്ളിൽ വളരെ പരസ്യമായി തന്നെ നേരത്തെ ജെയ്ക്കൊക്കെ ഉദാഹരിച്ചതുപോലെ തന്നെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അത് ആലോചിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല? ശരിയല്ലാത്ത പ്രതികരണം എന്നിട്ടും പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രകോപിതനാവുന്നു ഈ കാര്യവുമായി ബന്ധപ്പെട്ട്. ഇതിങ്ങനെ പ്രതിപക്ഷ നേതാവായി ആ പദവിയിൽ കൂടിയാണ് ഇരിക്കുന്നത് അദ്ദേഹം എന്ന ഒരു ചിന്ത കയ്യിൽ നിന്ന് പോകുന്ന രീതിയിൽ ഈ വിഷയം പ്രതിപക്ഷ നേതാവ് കൈകാര്യം ചെയ്യുന്നില്ലേ? ഒന്നാമത്തെ പ്രശ്നം. അവിടെ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം തുടരരുത് എന്ന് വെച്ചാൽ പാലക്കാട് MLA ആയി തുടരരുത് എന്നുള്ളതാണ് പൊതു അഭിപ്രായം എന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ താങ്കളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ഇന്ന് PJ കുര്യൻ പറഞ്ഞ എന്താണ്? പാലക്കാട്ടെ MLA ആയി അദ്ദേഹം തുടരണമോ എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിലെത്തി. DCCക്ക് യാതൊരു താല്പര്യവും അദ്ദേഹത്തെ സംരക്ഷിക്കാനില്ല അങ്ങോട്ടേക്ക് ചെന്നാൽ എന്ന് പറയുന്നു. കെ മുരളീധരൻ ഇന്നലെ തന്നെ കോൺഗ്രസ്സുകാരനല്ലാതായല്ലോ, ഇനി മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്താണ്? ഹൃദയവേദനയോടെയാണ് നടപടിയെടുക്കുന്നത്. ഇത് വിമർശിക്കപ്പെടുന്നില്ലേ കേരളത്തിൽ? ഒന്ന് ശരത്തെ, ഈ
ശരത്തിന്റെ സംസാരം പോലും മുറിഞ്ഞു പോകുന്നു. ജയിക്ക് പറഞ്ഞ് ഞാൻ ഒട്ടും കേട്ടില്ല. ഇത് വിട്ടുവിട്ടു, എന്തോ വലിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് സോറി, അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാകുന്നു. അത് നല്ല വ്യക്തമായി കേൾക്കാൻ പറ്റുന്നുണ്ട്, ധൈര്യമായി പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ അല്ല, ഞാൻ ശരത്തെ ആദ്യം തന്നെ ഇതിന്റെ അകത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ ആ വാദഗതിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഒന്ന്, കോൺഗ്രസ് പാർട്ടി ഒരു ആരോപണം വന്ന ഘട്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനം, അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ മാറ്റി. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി. ഇനിയിപ്പോൾ ചോദ്യം MLA സ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്കത് മാറ്റുന്നതിനുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 1000 അല്ല 10,000 വട്ടം ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന്, കേരളത്തിലെ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ ലൈംഗികാരോപണങ്ങളും ഹീനമായ ആരോപണങ്ങളും, എന്താ പറഞ്ഞ, ഒരു സമൂഹത്തിൽ പറയാനും കേൾക്കാനും കൊള്ളാത്ത എത്രയോ ആരോപണങ്ങൾ വന്ന് ആരോപണത്തിന്റെ ശരശയ്യയിലും മുൾമുനയിലും കാസറ്റ് എടുക്കാൻ പോകുന്നു, ക്ലിഫ് ഹൗസിൻ്റെ അകത്ത് നടന്ന എന്താ പറഞ്ഞ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ, അങ്ങനെ എത്രയോ ആരോപണങ്ങൾ കേട്ട കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, ആ കേസുകളൊന്നും ഇന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, CBI അന്വേഷിച്ചിട്ട് പോലും ക്രിമിനൽ നടപടി നിയമത്തിന്റെ 173 പ്രകാരം അന്തിമമായി കൊടുത്ത കുറ്റപത്രത്തിൽ ഇങ്ങനെ ഒരു കേസുകൾ നടന്നിട്ടില്ല, അതിന് തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഈ പ്രതികളെയെല്ലാം വിചാരണ പോലും നടക്കാതെ അക്വിറ്റ് ചെയ്യുകയാണ്. ഞാൻ വീണ്ടും അങ്ങയോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് ഇനി നാളെ ഈ ആരോപണം ശരിയോ തെറ്റ്, ഈസ് ആൻ അക്യൂസ്ഡ്, അയാളുടെ പേരിലുള്ള ആരോപണമുള്ളൂ, ഇത് ശരിയല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം എനിക്കോ നിങ്ങൾക്കോ ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇന്ത്യയിൽ ഒരിടത്തും അല്ലെ കേരളത്തിൽ ഒരിടത്തും ഒരു ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ ഇന്നോളം ഒരാൾ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. MLA മറ്റ് പദവികൾ, മന്ത്രിയായിരുന്ന ആൾ രാജിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പദവികൾ, അധ്യക്ഷ സ്ഥാനങ്ങളും ഒക്കെ രാജിവെച്ചിട്ടുണ്ട്. കാരണം ഇത് നമുക്കാർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ നാളെ 6 മാസം കഴിഞ്ഞ് ഇയാൾ നിരപരാധിയാണ്, കുറ്റവാളിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ MLA റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ നമുക്കാർക്കും പറ്റത്തില്ല. അപ്പോൾ ഇനി എന്താണ്? ഇനി 2026 ഏപ്രിൽ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമേ അവിടെ ഇനി ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുള്ളൂ. ആ തെരഞ്ഞെടുപ്പ് ഘട്ടം വരെ 5 കൊല്ലത്തേക്കുള്ള മാൻഡേറ്റ്, ഇപ്പൊ 5 കൊല്ലമല്ല, ഇടക്കാല തെരഞ്ഞെടുപ്പായിരുന്നു, ആ തെരഞ്ഞെടുപ്പിൽ ഇനി അടുത്ത കാലാവധി പൂർത്തീകരിക്കുന്നത് വരെ അദ്ദേഹം MLA ആയിട്ട് തുടരും. അതിനിടയിൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും മോറൽ ടർപ്പിറ്റ്യൂഡ്, 2 വർഷത്തിനപ്പുറത്തേക്കുള്ള ഒരു കേസിൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ MLA സ്ഥാനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പദവികൾ അത് സ്വാഭാവികമായിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി വളരെ ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, കാരണം ഞങ്ങൾ ഒരുപാട് ചൂടുവെള്ളം കണ്ട് അന്ന് അത് പിന്നീട് പച്ചവെള്ളമാണെന്ന് മനസ്സിലാക്കി ഈ ആരോപണ ശരശയ്യകളെല്ലാം ഉയർന്നപ്പോൾ അന്നും ഈ പാർട്ടിക്കകത്തുനിന്ന് ഒരുപാട് ആളുകൾ അയാൾ രാജിവെക്കുന്നതാണ് നല്ലത്, ഇയാൾ രാജിവെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. അതെല്ലാം അന്തരീക്ഷത്തിൽ ആവിയും പുകയുമായിട്ട് പോയിരിക്കുന്നു. ഇവിടെ ഇപ്പം നടക്കുന്നത് ശരത്തെ സ്മാർത്ഥ വിചാരമാണ്. അന്ന് താത്രിയായിരുന്നു, താത്രിയുടെ സ്ഥാനത്ത് പുരുഷൻ വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്കിഷ്ടമില്ലാത്തവരെ നമുക്ക് വിചാരണ ചെയ്യാം, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. സദാചാരത്തിന്റെ അളവ്, അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി അയാളോട് കാട്ടുന്നത് ക്രൂരതയല്ലേ? താങ്കൾ തന്നെ ഒരു പൊതു ചർച്ചയിൽ പറഞ്ഞത് ഇതൊരു സ്മാർത്ഥ വിചാരണയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും നിങ്ങൾക്ക് ഒരു ബോധ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ആർജവത്തോടെ അത് പറയാൻ കഴിയണം. ശരത്തെ 2-3 കൊല്ലം കഴിയുമ്പോൾ ഇത് വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ നമുക്കിതൊക്കെ വലിയ തമാശയായിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അന്ന് ഈ സമയങ്ങൾ മുഴുവൻ വിനിയോഗിച്ചതാണല്ലോ എന്ന് ചോദിക്കും. ഇവിടെ ഷുക്കൂർ വക്കീൽ ആദ്യം പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച്, മുഖ്യമന്ത്രി ഇരകൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. ആരാണ് ഇവിടെ മുഖ്യമന്ത്രി ഉറപ്പ് കൊടുക്കണമല്ലോ? ഒരു സംസ്ഥാനത്ത് ഒരാളെ കുറിച്ച്, തനിക്ക് നേരിട്ട ഒരു അനുഭവത്തെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാരന് സംരക്ഷണം കൊടുക്കാൻ അത് സ്റ്റേറ്റ് ഈസ് റെസ്പോൺസിബിൾ. അത് കൊടുത്തില്ല എങ്കിൽ പിന്നെ ആരാണ് കൊടുക്കേണ്ടത്? പക്ഷേ WCCയുടെ മുമ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആര് വേണമെങ്കിലും പരാതിയായിട്ട് വന്നു. എവിടെ പോയി സാർ? ഹേമ കമ്മീഷനും അതിനുശേഷം എടുത്തുള്ള കേസുകളുമൊക്കെ. ആ കേസ് അന്വേഷിക്കാൻ 2 IPS ഉദ്യോഗസ്ഥന്മാരും അവർക്ക് താഴെ എത്രയോ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണങ്ങൾ നടത്തി. എന്തെങ്കിലും കേസിൽ തുമ്പുണ്ടായോ? ആരെങ്കിലും കേസുമായിട്ട് വന്നിട്ടുള്ളതാ? പക്ഷേ അതിന് ആധാരമായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. എത്ര പ്രബലനായ ഒരു പ്രതി വന്നിട്ടും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയി. അന്ന് സ്റ്റേറ്റിന് കൊടുത്തൊരു മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ് അതിൽ വളരെ പ്രകടമായി, വളരെ പ്രസക്തമായി മാറിയെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രശ്നം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ശക്തമായൊരു വിമർശനം ഉയർന്നപ്പോൾ ശ്രീ സേനാപതി, നിങ്ങൾ നടപടി ചിലതൊക്കെ എടുത്തു, പക്ഷേ എടുത്ത നിങ്ങൾ തന്നെ ആ നടപടിയിലൊന്നും ഒരു വിശ്വാസവുമില്ല എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ വിവരങ്ങളൊന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്.
എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. പിന്നെ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഒരു നടപടി എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ നടപടി ഒട്ടും ആത്മാർത്ഥമായി എടുത്തതല്ല എന്ന് ആളുകൾ വിശ്വസിക്കുന്നത്. ശരത്ത് പറഞ്ഞത് എനിക്ക് തിരിഞ്ഞില്ല എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് എന്തുകൊണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിനകത്തു നിന്നും രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടും എന്തുകൊണ്ട് ആ നടപടിയിലേക്ക് പോകുന്നില്ല എന്നാണ് അങ്ങ് ചോദിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, പറഞ്ഞത് പൂർത്തിയാക്കിക്കോളൂ സർ. പറയൂ ഞാനത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു. ഓക്കെ, ഇപ്പോഴും ഈ എന്താ പറഞ്ഞ ഗർഭഛിദ്രം നടന്നു. നമ്മുടെ നാട്ടിൽ ഗർഭഛിദ്രം നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഗർഭഛിദ്രത്തിന്റെ ചില കാരണങ്ങളിലാണ് നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതാരാണ് ഗർഭഛിദ്രം ചെയ്തത്? ഈ ഗർഭഛിദ്രത്തിനുള്ള കാരണം എന്താണ്? ഇവ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരണമല്ലോ. അതല്ലാതെ ഗർഭഛിദ്രം എന്നുള്ളൊരു പദം കേട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഏതെങ്കിലും വാട്സാപ്പ് മെസ്സേജുകളുടെ പേരിൽ MLA-മാർ രാജിവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നാളെ ഒരാൾക്കും ചിലപ്പോൾ MLA ആയിട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളും ആ അനുഭവങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ആലോചിച്ചതിന് ശേഷം പറയുന്നു ഈ രീതിയിലുള്ള കാര്യങ്ങൾ അത് ഇനി അത് മാത്രമല്ല, ഒറ്റ വാക്കുകൂടി പറഞ്ഞുകൊണ്ടിയാ ഇനിയിപ്പോ ഞങ്ങള് അദ്ദേഹത്തോട് രാജിവെക്കണം എന്നങ്ങ് പറയുകയാണെന്ന് വിചാരിച്ചു. കോൺഗ്രസ് പാർട്ടി പറയുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്നയാള് അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ട് നിൽക്കുന്നയാള് അദ്ദേഹം പറയാൻ എനിക്ക് രാജിവെക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നെ ബലമായിട്ട് പാർട്ടി ഓഫീസിൽ വെച്ച് അയാളുടെ രാജിക്കത്ത് എഴുതി മേടിക്കാനായിട്ട് പറ്റൂ. ഇനി നിങ്ങൾ പറയായിരിക്കും MLA മണ്ഡലത്തിൽ ഇറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് എന്താ പറഞ്ഞേ നമ്മുടെ തടിമല്ലിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ അദ്ദേഹത്തെ ചിലപ്പോൾ ഇറങ്ങാനൊന്നും നിങ്ങൾ അനുവദിക്കില്ലായിരിക്കാം. അതൊക്കെ എന്താ പറഞ്ഞ മസിൽ പവറിന്റെ പേരിൽ നിങ്ങൾ അതൊക്കെ മസിൽ പവറിന്റെ പേരിൽ. പക്ഷെ അതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് എന്താ പറഞ്ഞ നമുക്ക് പറയാം ഞങ്ങൾ അയാളെ കാലുകുത്താൻ ശരിയാ. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു MLA കേരളത്തിൽ ഏതെങ്കിലും ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ വേറൊരു കാര്യമാണ്, ഇന്നലെ ചെയ്യുന്ന ഒരു അബദ്ധം അത് നാളെ ആചാരമായിട്ട് മാറും. നാളെ ഇത് CPM-ന് ശക്തി കുറഞ്ഞിടത്തോ അല്ല മറ്റു പാർട്ടികൾക്ക് ശക്തിയുള്ളിടത്തും ഒക്കെ ഇത് ആവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതേതായാലും നമുക്ക് ജയിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഭയം CPM-നെ സംബന്ധിച്ചുണ്ടോ? ഇപ്പോൾ വളരെ ശക്തമായി തന്നെ പാലക്കാട് മണ്ഡലത്തിൽ അവിടുത്തെ MLA-ക്കെതിരായിട്ടുള്ള വളരെ വലിയൊരു ജനവികാരം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു മുന്നറിയിപ്പിൻ്റെ സ്വരമാണ് അദ്ദേഹം പങ്കുവച്ചത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നടപടികൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്ന നേതാക്കൾ, അത് പ്രതിപക്ഷ നേതാവാകട്ടെ ഈ ചർച്ചകളിൽ വരുന്ന വക്താക്കളാകട്ടെ, പക്ഷേ ഇവരെല്ലാം പറഞ്ഞു വരുമ്പോൾ അത് അവർക്ക് പോലും താല്പര്യവും വിശ്വാസവും ഇല്ലാത്ത നടപടി. അവരൊക്കെ മനസ്സുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് പലരും ഈ ഒരു സംഘം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവർ പറയുന്നു. ഈ വെളിപ്പെടുത്തൽ വന്നതോ അതിൽ പറയുന്ന ശബ്ദങ്ങളോടും പെൺകുട്ടികളോടും ഒന്നും ഒരു മമതയും ഇല്ല എന്നുകൂടി അവർ സ്വയം വെളിപ്പെടുത്തുകയാണോ? എങ്ങനെയാണ് ഈ ചർച്ചയിൽ അടക്കം താങ്കൾക്ക് ജയിക്കിനത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? മാത്രമല്ല ഒരു കാര്യം കൂടി നമുക്ക് അതിലേക്ക് കൂടി പോകണം. അതായത് പ്രതിപക്ഷ നേതാവ് ഇന്നും ഇന്നലെയുമായി ഈ കാര്യങ്ങളിൽ നടത്തുന്ന സമീപനത്തിലെ പൊരുത്തക്കേട്, അതിലെ വൈരുദ്ധ്യം അദ്ദേഹം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് ജയിക്ക് എങ്ങനെയാണ് ശ്രദ്ധിച്ചത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണ്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രതിനിധികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപൂർവം ചില കോൺഗ്രസ്സുകാരുടെ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ എനിക്കിവിടെ വീണ്ടും വന്ന് ആവർത്തിക്കപ്പെടുമ്പോൾ എനിക്കതിൽ അത്ഭുതമില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത്, അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു ഏതെങ്കിലും ഒരു ചാറ്റിൻ്റെ പേരിൽ ഒരു MLA-ക്ക് രാജിവെക്കാൻ വേണ്ടി കഴിയുമോ? അങ്ങനെയാണെങ്കിൽ എത്ര MLA-മാർ രാജിവെക്കേണ്ടതായിട്ട് വരും? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, അങ്ങ് സത്യസന്ധമായും ഇത്തരത്തിൽ ഒരു കോൺഗ്രസിന് വേണ്ടി ഈ ഘട്ടത്തിലൊരു പാലക്കാട് MLA-ക്ക് വേണ്ടി ഒരു രക്ഷായോജന പരിപാടി നടത്താൻ ശ്രമിക്കാതെ അതിലുപരിയായിട്ടൊരു മനുഷ്യൻ എന്ന നിലയിൽ അങ്ങ് ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു ചാറ്റ്, ഏതെങ്കിലും ഒരു മെസ്സേജ്, ഏതെങ്കിലും ഒരു പ്രതികരണം അങ്ങനെയാണോ നമ്മുടെ മുമ്പിൽ വെളിവാക്കപ്പെട്ടത്? അങ്ങ് കാണുന്നില്ലേ, പ്രതിപക്ഷ നേതാവ് സ്വന്തം മകളെ പോലെ കാണുന്നു എന്ന് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് നടുവിലും വിളിച്ചു പറഞ്ഞ കോൺഗ്രസ്സുകാരിയായ ചലച്ചിത്ര നടിയും മാധ്യമപ്രവർത്തകയുമായ പെൺകുട്ടി, സമൂഹത്തിൽ നല്ല അംഗീകാരമുള്ള ഒരു പെൺകുട്ടി, അവരാണ് വന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ ആദ്യത്തെ തന്റെ അനുഭവം വിശദീകരിക്കുന്നത്. ദിവസങ്ങളിലെ മാത്രം പരിചയമുള്ള തന്നോട് യാതൊരു വിധത്തിലുള്ള അന്തസ്സും കൂടാതെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കും അവിടെ നിന്നുള്ള സ്വകാര്യ നിമിഷങ്ങളെ കുറിച്ചും പങ്കിടേണ്ട എന്ന ചോദ്യം ഉന്നയിച്ച വഴി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പരാതി ഉന്നയിക്കപ്പെട്ടു. ആ പെൺകുട്ടി പറയുന്നില്ലേ അവരിപ്പോഴും അടിയുറച്ച കോൺഗ്രസ് ആണ്. അപ്പോൾ ആ പരാതി
മെസ്സേജ് അയച്ച കുറ്റത്തിന് തൂക്കിക്കൊല്ലാൻ കഴിയില്ലല്ലോ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ രക്ഷിക്കാവുന്നത് ആരാണ്? പിന്നീട് ഈ പദവിയിലേക്ക് ആനയിക്കപ്പെട്ടത് ആരാണ്? അവിടെയാണ് ആങ്കറുടെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം പ്രസക്തമാകുന്നത്. ഈ കാര്യത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പങ്കെന്ത്? മാത്രമല്ല, അങ്ങ് പരിശോധിച്ചു നോക്ക്, അതിനുശേഷം പിന്നീട് പരാതിയായിട്ട് വരുന്നത് ആരാണ്? ലക്ഷണമൊത്ത ഇടതുപക്ഷ വിരുദ്ധത തീവ്രതയോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ട്രാൻസ് വുമൺ ഇല്ലേ? അവരുടെ പരാതി എന്തായിരുന്നു? അവരിപ്പോഴും പൊതുസമൂഹ മധ്യത്തിൽ നിൽക്കുന്നതല്ലേ? അതിനുശേഷമോ പ്രവാസിയും എഴുത്തുകാരിയും ഒക്കെ ആയിരുന്ന മറ്റൊരു വനിത, അവരും സമൂഹത്തിൽ വലിയ അംഗീകാരമുള്ള സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന നിറയെ വായനക്കാരുള്ള അങ്ങനത്തെ ഒരാളായിരുന്നില്ലേ? അവരുടെ പരാതിയെ സംബന്ധിച്ച് അങ്ങേക്ക് എന്താണ് അഭിപ്രായമുള്ളത്? അതായത് ലളിതമായി ചുരുക്കി വിശദീകരിച്ചാൽ, സമൂഹം അംഗീകരിക്കുന്ന, സമൂഹത്തിൽ നിലയും വിലയും അന്തസ്സുമുണ്ട് എന്ന് മറ്റാളുകളാൽ വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ഒരുപറ്റം സ്ത്രീകളാണ് ഇദ്ദേഹത്തിനെതിരെ തങ്ങളുടെ അനുഭവങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പ ചോദിക്കുകയാണ്, ഇതൊരു മെസ്സേജ് അല്ലേ? ഇതൊരു ചാറ്റ് അല്ലേ? എന്തുതരം മെസ്സേജും എന്തുതരം ചാറ്റും എന്തുതരം വർത്തമാനവും അതല്ലേ? അബോർഷനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ശരിയാണ്, ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും അബോർഷൻ ഈസ് എ ലീഗൽ റൈറ്റ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ സംഘടനകൾ പ്രക്ഷോഭത്തിലാണ്. പല സ്ഥലങ്ങളിലും സമരം നടക്കാറുണ്ട്. പക്ഷേ അതിന്റെ മുമ്പിൽ ഒരു ചെറിയ വാക്കൂടെ ഇവിടെ വന്നപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. വില കൂടി എന്നുള്ളത് വില കൂട്ടി എന്ന് പറയുമ്പോൾ അർത്ഥം കീഴ്മേൽ പറയുന്നത് പോലെ, അബോർഷൻ റൈറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രമിസസ് ഓഫ് ഫോഴ്സ്ഫുൾ അബോർഷൻ? എന്താണ് ഇത്? നിർബന്ധിക്കുകയാണ്. എന്നിട്ടോ ആ ഫോഴ്സ്ഫുൾ അബോർഷന് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇത് സംഭവിച്ചില്ലെങ്കിൽ പിന്നീടാണ് കൊലപാതകത്തെ കുറിച്ച് പറയുന്നത്. അങ്ങെന്താണ് അതൊന്നും കാണാതിരിക്കുന്നത്? നിന്നെ കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ മാത്രം പോരെ എന്ന് ചോദിക്കുകയാണ്. എന്ത് വിഷയത്തിലാണ്? വോട്ട് ചോദിക്കുമ്പോഴോ രാഷ്ട്രീയം പറയുമ്പോഴോ അല്ല. ഇത്തരം ഒരു വളരെ സുപ്രധാനമായ അസാധാരണമാംവിധം പരിഗണനയും ആർദ്രതയോടുകൂടിയുള്ള പെരുമാറ്റവും ഒക്കെ അർഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പറയുന്ന കൊലപാതകത്തെക്കുറിച്ച് നിങ്ങളുടെ നേതാവ് പ്രസംഗിക്കുന്നത് ഇല്ലേ? അതൊരു ചെറിയ കാര്യമാണോ? ലീക്കു ചെയ്യപ്പെട്ട് കിട്ടിയ ഒരു ചെറിയ വിവരമായിട്ടാണോ അങ്ങ് അതിനെ കാണുന്നത്? ഞാൻ എണ്ണി സൂചിപ്പിച്ച മറ്റു പരാതികൾ, അതിനോട് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ട വന്ന സമീപനം, നിങ്ങളുടെ ഉന്നതരായ നേതാക്കന്മാർ അവരുടെ ജീവിത പങ്കാളികൾ പറഞ്ഞ കാര്യം ഒന്നിനും മറുപടിയില്ലല്ലോ. ഇതൊക്കെ ജീവിക്കുന്ന തെളിവുകളായിട്ട് നമ്മുടെ മുമ്പാകെ നിൽക്കുകയല്ലേ? ഒറ്റ വാക്കോടെ പറഞ്ഞ് ഞാൻ ഈ കാര്യം അവസാനിപ്പിക്കാം. എന്താണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയില്ലേ? ഇവരുടെ ഈ സ്കൂൾ ഉൽപ്പാദിപ്പിച്ച രാഷ്ട്രീയ ഇൻപുട്ട് എന്തായിരുന്നു? അങ്ങ് ആങ്കറും കോൺഗ്രസ് നേതാവും അങ്ങ് നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് പറ. ഇത്രയോ പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പ് സംവാദത്തിൽ പറഞ്ഞു, PC വിശ്വനാഥ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, M ലിജു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇവരൊക്കെ ഞങ്ങളോട് കണിശതയാർന്ന രാഷ്ട്രീയ വിയോജിപ്പും നല്ല വിമർശനവും ഉയർത്തിയിട്ടുണ്ട്. നല്ല ശക്തമായി CPIM-നെ വിമർശിക്കാനും പരാജയപ്പെടുത്താനും എല്ലാ അവസരവും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിലുണ്ടോ ബഹുമാനിയായ കോൺഗ്രസ് നേതാവേ? അദ്ദേഹത്തിന്റെ പിതാവിനേക്കാൾ കൂടുതൽ പ്രായമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരെയുള്ള വിമർശനം ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? വിജയ എന്ന് വിളിച്ചിട്ടാണ്. CPIM പോലെ ഒരു പാർട്ടിയെ സംബന്ധിച്ചപ്പോൾ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു, അവരുടെ സംഘശക്തി കൊണ്ട് അവർ ഏത് മണ്ഡലത്തിൽ തീരുമാനിച്ചാലും വേണമെങ്കിൽ ഒരു MLA എത്രയാ, ഞങ്ങൾ അങ്ങനെയല്ല തീരുമാനിച്ചിട്ടുള്ളത്. അതിരിക്കട്ടെ, മറ്റൊരു കാര്യം, അങ്ങനെ ഒരു പാർട്ടിയുടെ കേരളത്തിലെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാഷെ ഗോവിന്ദ ഇങ്ങനെയാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ആ വിശേഷണങ്ങൾക്കോ അതിന് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉദാഹരണങ്ങളില്ല. 57 മുതൽ കേരള രാഷ്ട്രീയ ചരിത്രം ലിഖിതമാണല്ലോ, നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തലുകളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ 2 ഭാഗമുള്ള പേര് ഒന്ന് മുറിച്ചു മാറ്റിയിട്ട് ഒരു ബഹുമാനവും സ്ത്രീയൊന്നും ഒന്നും പറയാതെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? അവിടെ ഞാനാണ് ഇടിഞ്ഞു താഴെപ്പെടുന്നത്, ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് ശിഥിലീകരിക്കപ്പെടുന്നത്. KR നാരായണൻ ആദരണീയനായ കോൺഗ്രസ് നേതാവും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമല്ലേ? അദ്ദേഹത്തോട് വിമർശനം ഉണ്ടെങ്കിൽ നാരായണ എന്ന് പറഞ്ഞിട്ടാണോ കേരളത്തിലെ ഇടതുപക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്? അപ്പോൾ ഈ സ്കൂള് പ്രതിപക്ഷ നേതാവും വടകര MPയും പാലക്കാട് MLAയും അടങ്ങുന്ന ഈ സ്കൂള് കേരളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ രൂപമുണ്ടായിരുന്നു. അതിനുകൂടെ ഏറ്റ തിരിച്ചടിയാണിത്. കാരണം എന്താണ്? ഒരു ബഹുമാനവും കൂടാതെ, പ്രതികരണങ്ങളിൽ ഒരു രാഷ്ട്രീയവും കലർത്താതെ, അങ്ങേയറ്റം വ്യക്തിയാധിക്ഷേപവും പുച്ഛവും പരിഹാസവും മാത്രം കുത്തി നിറച്ചതായിരുന്നു ഇവരുടെ പ്രവർത്തനവും പ്രതികരണങ്ങളും അത്രയും. അതിനെ തുടർന്നോ അത് തീൻമേശയിൽ നിന്ന് താഴേക്ക് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ എന്നതുപോലെ അത്രയും അധമമായ പ്രതികരണങ്ങളെ എടുത്ത് വാർത്താ ചിത്രങ്ങളാക്കി റീലുകളാക്കി പ്രചരിപ്പിച്ച് അതിന് സ്വീകാര്യത നൽകി അതിലൂടെ നേതാവാകാം, രാഷ്ട്രീയത്തിൽ അങ്ങനെ തുടരാം, രാഷ്ട്രീയത്തെ തന്നെ ഇങ്ങനെ മലീമസമാക്കി രാഷ്ട്രീയത്തിൽ നേതാവായി മാറാം, ഇങ്ങനെ കരുതിയവരാണ് ഈ സംഘം എന്ന് പറയുന്നത്. ആ സംഘത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റവും പ്രതിലോമകരമായ രാഷ്ട്രീയം മറച്ചുവെച്ച് വ്യക്തിയാധിക്ഷേപവും പുച്ഛവും പരിഹാസവും മാത്രം നടത്തി രക്ഷപ്പെട്ട് കളയാം എന്ന് തീരുമാനിച്ച ആളുകൾക്ക് കൂടെയുള്ള തിരിച്ചടിയാണ് ഇപ്പോഴത്തെ അനുഭവങ്ങൾ. അങ്ങ് സത്യസന്ധമായി പറ, ഇങ്ങനെയാണോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടത്, ഇടപെടേണ്ടത്? ശരി.
ജയ്ക്ക് ഞാൻ വരാം. ജയ്ക്ക് ഈ റീലുകളെക്കുറിച്ചും മറ്റും പറഞ്ഞതുകൊണ്ടാണ് ഒരു സ്റ്റേറ്റിൻ്റെ വികസന വളർച്ച മുന്നേറ്റങ്ങളെക്കുറിച്ചൊക്കെ ആ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് റീൽസും സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഒക്കെ നടത്തുമ്പോൾ ആ മന്ത്രിമാരെയൊക്കെ ഏറ്റവും അധികം പരിഹസിച്ചതും ഈ റീൽസിൻ്റെ ഇതേ സ്കൂളാണ് എന്നതുകൂടി നമ്മുടെ സമീപകാല അനുഭവമാണ്. ഈ ചർച്ചയിലേക്ക് പോകാൻ വേണ്ടിയില്ല, പക്ഷേ സാന്ദർഭികമായി ഓർത്തൊരു കാര്യം, ഒരല്പം മുമ്പ് വന്നൊരു വാർത്ത കൂടി, ഇതിലെ 2 വാക്യങ്ങൾ കൂടി ഒന്ന് പറയാം. സോഷ്യൽ മീഡിയ ക്യാമ്പയിനുള്ള പാറ്റ ഗോൾഡ് അവാർഡ് കേരള ടൂറിസത്തിന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അവാർഡ് ഏറ്റുവാങ്ങി. ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം നടത്തിയ പരിശ്രമങ്ങൾക്കുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ്റെ 2025 ഗോൾഡ് അവാർഡ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഏറ്റുവാങ്ങി എന്നാണ് ബാങ്കോക്കിലുള്ള ക്വീൻ സിരിക്കിറ്റ് നാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഈ ട്രാവൽ മാർട്ടിനൊപ്പം നടന്ന ഗോൾഡ് അവാർഡ്സ് ഫംഗ്ഷനിൽ വെച്ചാണ് ഇപ്പോൾ ഈ അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്നതുകൂടിയുണ്ട്. മുമ്പ് ജയ്ക്ക് സൂചിപ്പിച്ച സോക്കോൾഡ് സ്കൂളുണ്ടല്ലോ, ആ സ്കൂള് ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഏതവസ്ഥയെ അവർ നേരിടുന്നു. പക്ഷേ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച് ചർച്ചയാക്കാൻ, അതിൽ വിമർശനമാകാം, തുറന്ന ചർച്ചയാകാം, പക്ഷേ അത് പരിഹാസമല്ല അതിനുള്ള മറുപടി. അപ്പോൾ ആ രീതിയിൽ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഗുണപരമായ മാറ്റങ്ങൾ വാർത്ത എന്ന നിലയിൽ വന്നതുകൂടി ഞാനൊന്ന് സാന്ദർഭികമായി പങ്കുവെച്ചു എന്ന് മാത്രം. ഞാൻ ഷുക്കൂർ വക്കീലിലേക്കാണ്. വക്കീൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. നേരത്തെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സ്കൂളിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ ജയ്ക്ക്, അത് പൊതുസമൂഹം വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒന്നല്ലേ? ഈ പറഞ്ഞ വടകര MP സ്കൂള്, പ്രതിപക്ഷ നേതാവിൻ്റെ സ്കൂള്, പാലക്കാട് MLA സ്കൂള്, ഇത് 3ഉം ചേർന്നുള്ള സ്കൂള്, അതിനകത്തേക്ക് അഡ്മിഷൻ എടുത്ത PK ഫിറോസ് എന്ന യൂത്ത് ലീഗിൻ്റെ നേതാവ് ആ സ്കൂളിൽ കുട്ടിയായി ചേർന്നതൊക്കെ സമീപകാലത്തെ നമ്മുടെ മുമ്പിലെ ചില അനുഭവങ്ങളാണ്. ആ സ്കൂള് യഥാർത്ഥത്തിൽ പൊതുസമൂഹം അവരിപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും വലിയ തോതിൽ ഗൗരവത്തിൽ തന്നെ കാണുകയാണ്. താങ്കളുടെ ഒരു പക്ഷം, അല്ല താങ്കൾ അതിൽ എങ്ങനെയാണ് കാണുന്നത്? അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കാര്യം കൂടി, പ്രതിപക്ഷ നേതാവ് അടിമുടി തിരിച്ചടി നേരിടുകയാണോ എന്ന പ്രധാന ചോദ്യവും ഇതിലടങ്ങിയിട്ടുണ്ട്. അത് ചർച്ച ചെയ്യണമെങ്കിൽ ഷുക്കൂർ വക്കീലെ, നമ്മൾ ഇന്നലെയും ഇന്നും അദ്ദേഹം പറഞ്ഞതുകൂടി കാണണം. കേരളം ഞെട്ടാൻ പോകുന്നു. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, ബോംബാണോ, വലിയൊരു ബോംബ് വരാൻ പോവുകയാണോ? അങ്ങനെ തന്നെ കരുതിക്കോ എന്ന മട്ടിൽ. പിന്നീട് പ്രത്യേക അംഗവിക്ഷേപങ്ങളോടുകൂടിയാണ് അദ്ദേഹം അതിനെ വളരെ ഒരു ആക്ഷൻ, താങ്കളൊരു സിനിമാ നടൻ കൂടിയാണല്ലോ, ഒരു ആക്ഷൻ സിനിമയുടെ ചേരുവകളോടെ നിലനിർത്താൻ ശ്രമിച്ചത്. ഇന്ന് അദ്ദേഹം അതുകൊണ്ട് തന്നെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത്. നമുക്കൊന്ന് കാണാം, എന്നിട്ട് ഞാൻ ഷുക്കൂർ വക്കീലിലേക്ക് വരാം. CPM-കാർ ഞാൻ എൻ്റെ CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കാം. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തിരക്ക് പിടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും, CPM-ഉം വരും. ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങളാണ് ബോംബെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അയച്ചുവിടരുത്, കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. ഷുക്കൂർ വക്കീൽ, ഇതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പ്രകോപിതനാവുന്നു. അപ്പോൾ ഇതേ വാർത്താ സമ്മേളനത്തിൽ എന്താ, ഞാൻ നിങ്ങളോട് പ്രകോപിതനായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കണ്ടു, അധികം കളിക്കരുത് എന്ന് പറയുന്ന ഒരു സ്നേഹലാളനയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ആ ഭാഷയിൽ ആ നിലയിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അധികം കളിക്കരുത്, പക്ഷേ ഭീഷണിയുമല്ല പ്രകോപനവുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് കണ്ടല്ലോ. അപ്പോൾ ഇതാകെ ഏത് നിലയിലാണ് ഈ ചർച്ചകളാകെ പോകുന്നത്? ഏതൊക്കെ തരത്തിലാണ് ഇതെല്ലാം ഈ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് വലിയ തോതിൽ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാകും വിധത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുകയാണ്? ഇപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഏറ്റവും ശക്തനായ വക്കീലായി പ്രതിപക്ഷ നേതാവ് അങ്ങനെ നിൽക്കുകയാണോ? ശരത്തെ, ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആദ്യമായിട്ടല്ല ഇങ്ങനെ മീഡിയക്ക് മുമ്പ് അവതരിപ്പിക്കുന്നത്. കുറച്ച് കാലം മുമ്പ്, എനിക്ക് തോന്നുന്നത് നിലമ്പൂർ ഇലക്ഷന് തൊട്ട് മുമ്പ് അദ്ദേഹം ഒരു വിസ്മയം ഉണ്ടാകാൻ പോവുകയാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. വിസ്മയം സംഭവിക്കാൻ പോവാണ് കേരള രാഷ്ട്രീയത്തിൽ. ശരത്തിന് ഓർമ്മയുണ്ടോ? വിസ്മയം സംഭവിക്കാൻ പോവാണ്. മീഡിയ പ്രമോദ് രാമനൊക്കെ അത് വലിയ കൊട്ടിഘോഷിച്ചു. ഏഷ്യാനെറ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്ത പ്രതിപക്ഷ നേതാവ് വിസ്മയമാകാൻ പോവുകയാണ്, പിന്നെ ജോസ് കെ മാണി പാണക്കാട്ടൊക്കെ വരാൻ പോവുകയാണ്, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോവാണ്. ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ VS ഒക്കെ ഇരുന്നൊരു സീറ്റാണ് പ്രതിപക്ഷ നേതാവിൻ്റെ. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി, VS ഒക്കെ ഇരുന്ന സീറ്റാണ്, AK ആന്റണി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവരൊക്കെ ഒരു കാര്യം പറയുന്ന സമയത്ത് വളരെ ഗൗരവത്തിലാണ് പറയുന്നത്. വിസ്മയം സംഭവിക്കാൻ പോവുകയാണ് ദിവസങ്ങൾക്കകം എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ആ വാർത്തയെ മാഞ്ഞുപോയി.
അപ്പോൾ ഇന്നലെ അദ്ദേഹം പറയുന്നത് എന്താ, ഞാൻ ബോംബ് പൊട്ടിക്കാൻ പോവാണ്. ആ വാക്കെന്നെ പത്രക്കാർ ഉപയോഗിച്ച് നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. അതിപ്പം ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ നമ്മൾ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയാൻ പറയാൻ കഴിയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. സിനിമാ നടന്മാർക്ക് പോലും ഇതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജയ്ക്ക് സൂചിപ്പിച്ച ഈ വി ഡി സതീശൻ സ്കൂൾ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഈ സംഭവം വന്ന മുതൽ കേരളത്തിലെ വനിതാ രാഷ്ട്രീയ നേതാക്കൾ ഞാനൊക്കെ വളരെ ബഹുമാനത്തോട് കൂടുന്ന കാണുന്ന ഒരാളാണ് ഷാനിമോൾ ഉസ്മാൻ. അത് ഇപ്പോഴൊന്നുമല്ല, ഈ സോളാർ കേസ് ഭയങ്കരമായി കത്തിവെക്കുന്ന സമയത്ത് പോലും സ്ത്രീപക്ഷത്തോടൊപ്പം നിന്ന് സംസാരിക്കാൻ തൻ്റെ ഇടം കാട്ടിയ ഒരു കോൺഗ്രസ് നേതാവാണ് ഷാനിമോൾ ഉസ്മാൻ. അവരെല്ലാ കാലത്തും അവരുടെ പക്ക കറകളഞ്ഞ കോൺഗ്രസ്സുകാരത്തിയാണെങ്കിലും സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാടെടുക്കാൻ തൻ്റെ ഇടം കാണിക്കുന്ന ഒരു സ്ത്രീ നേതാവായിട്ടാണ് എനിക്ക് അവർ തോന്നിയത്. അവർക്കെതിരെ വന്ന സൈബർ ആക്രമണം എന്താണ്? ഉമാ തോമസ് നമുക്കറിയാം, അവർ ഒരു പ്രാവശ്യം മരിച്ചെടുത്ത് ജീവിച്ച ഒരാളാണ്. കേരള ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും കർശനമായ ശുശ്രൂഷ ലഭിച്ചത് കൊണ്ട് അത്രയും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സംവിധാനവും പ്രതിപക്ഷ നേതാവ് എല്ലാവരും അടക്കം വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു സ്ത്രീയാണ്. പിന്നെ ബിന്ദു കൃഷ്ണ, അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ താര, ഇവർക്കൊക്കെ നേരിടുന്ന സൈബർ ആക്രമണം എത്ര ഭീകരമാണ്. അതുപോലെ കുറച്ച് നേരത്തെ നമ്മുടെ പി ജെ കുര്യൻ സാറ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഇങ്ങനെയല്ല വേണ്ടത്. ഇപ്പം ജയ്ക്ക് സൂചിപ്പിച്ച ഈ സ്കൂളിലെ പ്രവർത്തനമല്ല യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്. നിങ്ങൾ വാർഡുകളിലേക്ക് പോകൂ, നിങ്ങൾ പ്രവർത്തകരെ കാണൂ, പ്രവർത്തകരെ സജ്ജീകരിക്കൂ. റീൽസ് അല്ല, റിയൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തോട് ഏത് രീതിയിലാണ് അദ്ദേഹത്തോട് പ്രതികരിച്ചത്? എത്ര മോശമായിട്ടായിരുന്നു അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തോട് പറഞ്ഞത് സൂര്യനെല്ലി കേസ് ഞങ്ങൾ കുത്തിപ്പൊക്കും എന്ന രീതിയിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ VM സുധീരനോട് എങ്ങനെയായിരുന്നു സമീപനം ഉണ്ടായിരുന്നത്? ഇപ്പം ഇന്നിപ്പം തന്നെ കെ മുരളീധരൻ, നേരത്തെ ശരത് സൂചിപ്പിച്ചു, കെ മുരളീധരൻ രാജിവെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഈ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളെയൊക്കെ ഭീകരമായ രീതിയിൽ അവരുടെ സോഷ്യൽ മീഡിയകളിൽ പോയി തെറി വിളിക്കുന്ന സമയത്ത് ഒരാൾ പോലും അതിനെ ഗൗരവത്തിലെടുക്കാനോ എതിർക്കാനോ തയ്യാറായി എന്നുള്ളത് ഖേദകരമാണ്. KPCC പ്രസിഡന്റ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, മഹിളാ കോൺഗ്രസ് നേതാവ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് ആദ്യത്തെ ഒരു പ്രാവശ്യം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ പെൺകുട്ടിയെ ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. അതിനുശേഷം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ രമേശ് ചെന്നിത്തലക്കെതിരെ അവർ സൈബർ ആക്രമണം നടത്തുന്നുണ്ട്, VD സതീശനെതിരെയുണ്ട്. ഇങ്ങനെ പറയുന്ന നേതാക്കൾക്കെതിരെ മുഴുവൻ ഈ വെട്ടുകിളിക്കൂട്ടം ഭീകരമായ രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ കഴിയാത്തത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ വടകര കണ്ടത്. വടകര എന്താ കണ്ടത്? വടകര MP ആണ് ഇയാൾക്ക് ഈ ലൈംഗിക വൈകൃതമുള്ള ആൾക്കാർ സംരക്ഷണം നൽകുന്നത്. അയാളും പ്രതിപക്ഷ നേതാവാണ്. സംരക്ഷണം എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ജനത്തിൻ്റെ രോഷം എന്നതിൽ വടകരയിലെ MPക്കെതിരെ ആൾക്കാർ പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധം കഴിഞ്ഞിട്ട് അയാൾ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നു, വലിയ ഷോ കാണിക്കുന്നു, അത് വലിയ രീതിയിൽ വാർത്തയാവുന്നു. അതിന് കഴിഞ്ഞ ഉടനെ ഇന്നിപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അന്ന് ഈ കോൺഗ്രസിൻ്റെ മുതിർന്ന വനിതാ നേതാക്കളെയും തെറിവിളിച്ച സമയത്ത് ഒരക്ഷരം എതിർത്ത് പറയാൻ ധൈര്യം കാണിക്കാത്ത മുഴുവൻ ആൾക്കാരും ഇന്ന് വടകരയിലെ MPക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരങ്ങുകയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫിറോസ് ഉണ്ട്, ബൽറാമുണ്ട്, അതുപോലെ എല്ലാ നേതാക്കളും ഷാഫിയെ ഞങ്ങൾ സംരക്ഷിക്കും, ഷാഫി സംരക്ഷണ സേന അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പടച്ചട്ട അണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മുതിർന്ന വനിതാ നേതാക്കളെ പച്ചത്തെറി വിളിച്ചപ്പോൾ, അവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ, അവരുടെ എല്ലാ പൊതുരംഗത്തുള്ള ഗരിമയെയും മോശമാക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാൻ തയ്യാറാവാത്ത ബൽറാമും ഫിറോസൊക്കെ ഇന്ന് ഷാഫിക്ക് സംരക്ഷണം ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഈ VD സതീശൻ്റെ ലീഡർഷിപ്പിലുള്ള കോൺഗ്രസിലെ ഈ യുവ നേതാക്കൾ, അതുപോലെ തന്നെ UDFയിലെ മറ്റു നേതാക്കളും വലിയ തോതിൽ രാഷ്ട്രീയ അപജയത്തിന് കാരണക്കാരാകുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ്. ബഹുമാനപ്പെട്ട വേണു വക്കീൽ അദ്ദേഹം വളരെ ഗൗരവത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന് എനിക്ക് വളരെ വിനീതമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരോ അദ്ദേഹത്തിൻ്റെതായി വന്ന ശബ്ദ സന്ദേശം, വോയിസ് ക്ലിപ്പുകളോ അദ്ദേഹം പറയുന്ന ടെലിഫോൺ സംഭാഷണമോ അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ല എന്ന് ഇന്നേ വരെ ഒരാൾ നിഷേധിച്ചിട്ടില്ല. വളരെ ഇന്നേ വരെ ഷാഫി നിഷേധിച്ചിട്ടില്ല,
ഷാഫിയോട് തന്നെ പലവട്ടം പത്രക്കാർ ചോദിക്കുന്നുണ്ട്, ആ ശബ്ദം രാഹുലിൻ്റെതല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഷാഫി നിഷേധിച്ചിട്ടില്ല, രാഹുൽ നിഷേധിച്ചിട്ടില്ല, ഇവരാരും നിഷേധിച്ചിട്ടില്ല. അപ്പം ആ ശബ്ദം രാഹുലിൻ്റെതാണ്. ആ ശബ്ദം രാഹുലിൻ്റെതാണ് കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കുമ്പോൾ അയാൾ വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. ആ കുറ്റകൃത്യം നമ്മുടെ ഇന്നേ വരെ കാണാത്ത, ഇന്നേ വരെ കണ്ട ജനപ്രതിനിധികളുടെ കുറ്റകൃത്യത്തിന് വ്യത്യസ്തമാണ്. അയാൾ ചെയ്ത ക്രൂരകൃത്യത്തെക്കുറിച്ച് ജയിക്ക് വളരെ വിശദമായി പറഞ്ഞു. ആ ഒരു ഘട്ടത്തിൽ അയാളെ പോലുള്ള ഒരാളെ നിയമസഭയിൽ ഇരുത്തുന്നത് കേരള സംസ്ഥാനത്തിന് നാണക്കേടാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഈ സ്കൂളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ശിക്ഷണോടൊപ്പം ജയിക്ക് സൂചിപ്പിച്ചല്ലോ. പിണറായി വിജയ എന്നല്ല അത് പറഞ്ഞ്, എടോ വിജയ എന്നാണ് പറഞ്ഞത്. എടോ എന്ന വാക്ക് പോലും ബഹുമാനപ്പെട്ട്, ഞാനത് ജയിക്ക് ആ വാക്ക് ഉപയോഗിക്കേണ്ടത് സൂക്ഷിച്ചതായിരിക്കും. എടോ വിജയ എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. എടോ ഗോവിന്ദ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സാംസ്കാരികമായ ഔന്നത്യമുള്ള ഒരു സമൂഹം എന്ന നിലയിൽ കാലങ്ങളായി രാഷ്ട്രീയമായ എതിർപ്പുള്ളവരോട് ഏത് രീതിയിലാണോ നമ്മൾ പ്രതികരിക്കുന്നത്, അവരോട് നമ്മൾ വിയോജിപ്പ് കാണിക്കുന്നത് ഏത് രീതിയിലാണോ, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഭാഷയും നമ്മുടെ ശരീരഭാഷയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ടതാണ്. അവിടെയാണ് യാതൊരു ബഹുമാനവുമില്ലാതെ, പ്രതിപക്ഷ ബഹുമാനമില്ലാതെ, പ്രായമുള്ളവരോട് കാണിക്കേണ്ട മര്യാദ കാണിക്കാതെ എന്തും വിളിച്ചു പറയുന്ന ഒരു കൂട്ടമായി ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ മാറുകയും അത് കോൺഗ്രസിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നതുള്ള ദുരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതാണിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത്. തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആ രീതി കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഒരു ബാധ്യതയായി പ്രതിപക്ഷ നേതാവിന് മാറുന്നത്. പ്രതിപക്ഷ നേതാവിന് ആ നിലയിൽ ഈ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്, പ്രകോപിതനാകേണ്ടി വരുന്നത് അതുകൊണ്ടാണ്, ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത തരം പ്രതികരണങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നതും ആ നിലയിൽ അത് സമൂഹം ചർച്ച ചെയ്യുന്നതും അതുകൊണ്ടുകൂടിയാണ്. ഇതേ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട, ഇന്നത്തെ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ഒന്ന് പരാമർശിച്ചും പോകേണ്ടതുണ്ട്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് സമ്പൂർണ്ണ തിരിച്ചടി, അടിമുടി തിരിച്ചടി എന്നത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ അതിന് വളരെ ഗൗരവമായ മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഹൈക്കോടതിയിൽ ഇന്ന് AI ക്യാമറയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്തിരുന്ന ഹർജി ഹൈക്കോടതി തള്ളുകയുണ്ടായി. മാധ്യമങ്ങളെ വലിയ തോതിൽ ആവേശം കൊള്ളിച്ച് AI ക്യാമറയിലാകെ അഴിമതിയാണ് എന്ന് കുറേ നാൾ മാധ്യമങ്ങളിലൂടെ അത് പാടി നടന്നു, ചർച്ച ചെയ്തു നടന്നു, ഹൈക്കോടതിയിലേക്ക് പോയി. ആ ഹർജി തെളിവുകളൊന്നുമില്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചാണ്, തെളിവില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്ന് പറഞ്ഞാണ് തള്ളിയത്. അദ്ദേഹം മാത്രമല്ല കേട്ടോ, പഴയ പ്രതിപക്ഷ നേതാവും മോശമല്ല, അദ്ദേഹവും ഹർജി കൊടുത്തിരുന്നു. ഇരുവരും മത്സരിച്ച് ഹൈക്കോടതിയിലേക്ക് പോയത്, രണ്ടുപേരുടെ ഹർജി തള്ളുകയുണ്ടായി. പക്ഷേ ഏറ്റവും രസകരമായി തോന്നിയത്, അതേക്കുറിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അല്പമേ ഉള്ളൂ, ഒന്ന് കണ്ടുവരാൻ വേഗം. ഇപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എൻ്റർടൈൻ ചെയ്യുന്നില്ല, ഒരു കേസും പരിശോധിക്കുന്നില്ല. അതെങ്ങനെയാണ് തള്ളി? അത് വരട്ടെ, വിശദാംശങ്ങൾ വരട്ടെ, വിശദാംശങ്ങൾ വരട്ടെ. നിങ്ങളെത്തിരെ എത്ര തുള്ളുന്നത്? വിശദാംശങ്ങൾ വരട്ടെ എന്ന് ആ ഹൈക്കോടതി വിധിയുടെ പകർപ്പൊക്കെ എല്ലാവരുടെയും കൈകളിലെത്തി, എന്നിട്ടും വിശദാംശങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ശ്രീ സേനാപതി വേണു. അദ്ദേഹം പറഞ്ഞത് പൊതു താല്പര്യ ഹർജി ഒന്നും കേൾക്കാൻ ഹൈക്കോടതിക്ക് ഒരു താല്പര്യവും ഇല്ല എന്ന്. ഹൈക്കോടതിയെ സംബന്ധിച്ച് വേറൊരു ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഉന്നയിച്ചത്. തെളിവില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്ന് പറഞ്ഞ് വിധി എഴുതിയാണ്, ഓർഡർ ഇട്ടാണ് തള്ളിയത്. അതല്ലാതെ ഇവിടെ പൊതു താല്പര്യ ഹർജികൾ സ്വീകരിക്കുന്നതല്ല, അതുകൊണ്ട് നിങ്ങളുടെ ഹർജി മടക്കി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് മടക്കി കൊടുക്കുകയല്ലല്ലോ ചെയ്തത്. എത്രയോ കാലം മുമ്പ് കൊടുത്ത ഹർജി ആ നടപടിക്രമങ്ങളിലൂടെ വന്ന് ഹർജി തള്ളുകയാണ് ചെയ്തത്. തെളിവില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ നിലനിർത്താൻ കഴിയുന്ന പ്രാഥമികമായ പ്രഥമദൃഷ്ടിയ വിവരങ്ങൾ പോലും ഇല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ്. എന്നിട്ട് എന്തൊക്കെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? ഒന്ന്, ശരത്തെ, പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാനുള്ള നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു രാഷ്ട്രീയമായി. പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ അസ്വസ്ഥതയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പണ്ട് സി കേശവൻ എന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെക്കുറിച്ച് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നല്ല വാക്ക് പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഞാൻ കോൺഗ്രസിന് ദോഷമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്നുള്ളതാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മുഖ്യമന്ത്രി എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞിരുന്നു എങ്കിൽ ആ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. ഇന്ന് അങ്ങിപ്പോ പ്രതിപക്ഷ നേതാവ് കൊടുത്ത ഹർജി തള്ളിയതിനെ കുറിച്ച് വാചാലനാകുന്നു. ഉദയകുമാർ എന്ന് പറഞ്ഞൊരു സാധുവിനെ ഉരുട്ടിക്കൊന്ന 5 പോലീസ് ഉദ്യോഗസ്ഥരെയും കോടതി വെറുതെ വിട്ട ഒരു വാർത്ത കൂടി ഇന്ന് കേരളത്തിന്റെ CBIക്ക് അതിൽ ഗുരുതര വീഴ്ച പറ്റിയതാണ് പറഞ്ഞത്. CBI ആണ് അന്വേഷണ ഏജൻസി, അത് സംസ്ഥാനത്തിന്റെ അല്ലല്ലോ സേനാപതി വേണു, CBI ആണ്. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് എത്ര നിരുത്തരവാദപരമായിട്ടാണ് പറഞ്ഞത്, പൊതു താല്പര്യ ഹർജി കേൾക്കുന്നേയില്ല കോടതി, അതുകൊണ്ടുണ്ടായതാണ്. 42 പേജുള്ള വിധിന്യായം, 42 പേജുള്ള ഓർഡറാണ്, 42 പേജിലും എഴുതി വെക്കുന്ന ഇതാണോ? പ്രതിപക്ഷ നേതാവ്
അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ, ഞാൻ പരിശോധിച്ചതിന് ദാ ശേഷം ഞാൻ പറയുന്നു, അദ്ദേഹം ദാ മറുപടി നോക്കൂ, പറയും ഇതേ എന്ന് ദിവസം അദ്ദേഹം വന്നു. പറഞ്ഞല്ലോ. 42 പേജുണ്ട് ആ ഓർഡർ. അദ്ദേഹം ഞാൻ ഒളിച്ചോടുകയാണ് എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ലല്ലോ, ഷുക്കൂർ വക്കീൽ അങ്ങനെ പറഞ്ഞ ആർക്കും പോകാൻ കാര്യമുണ്ട്. പറ്റില്ലല്ലോ. ഷാഫി അല്ല, ഇവിടെ ഷുക്കൂർ വക്കീൽ പറഞ്ഞ ഞാൻ ഇടയ്ക്കൊന്ന് കേട്ടു, ഷാഫി വടകരയിൽ അങ്ങേപോലെ ഒരു അഭിഭാഷകൻ ഇങ്ങനെ ഒരു കാര്യം പറയാവോ? അവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥലം തനി ഗുണ്ടായിസം, തെമ്മാടിസം, ബജറംഗ ദളുകാരൻ വടക്കേ ഇന്ത്യയിൽ നടത്തുന്നതിന്റെ തനി ആവർത്തനമല്ലേ? അല്ല, നാട്ടുകാരല്ലോ. 7-8 ഡിവൈഎഫ്ഐക്കാരൻ വണ്ടിക്ക് മുമ്പിലേക്ക് കയറിയിട്ട് ഇത്രയും കേൾക്കാൻ കൊള്ളാത്ത അസഭ്യവും പറഞ്ഞ് അവിടെ നടത്തുന്ന ആ ഗുണ്ടായിസം എന്ന് പറയുന്നത് അത് ബജറംഗ ദൾ നടത്തുന്നതിന്റെ മറ്റൊരു പതിപ്പാണ് സാർ. അതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്ത്, നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഭൂഷണമായ ഒരു കാര്യമല്ലോ. അങ്ങ് ഇവിടെ കുറെ സ്കൂളുകളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. 1,18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചവരെ വഴിയിലിറങ്ങി നടക്കാൻ സമ്മതിക്കില്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ മന്ത്രിസഭയിൽ സ്ത്രീപീഡന കേസിൽ പ്രതികളായി കുറ്റപത്രം കൊടുത്ത എത്രയോ ആളുകൾ ഇരിക്കുന്നു സാർ. എത്രയോ ആരോപണ വിധേയർ മുഖ്യമന്ത്രിയുടെ ഓഫീസും ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഉത്തരവാദിത്വമില്ലാതെ സോറി സേനാപതി വേണു, ഈ ദിവസമെങ്കിലും താങ്കൾ പറയരുത്. കാരണം കേരളത്തിന്റെ ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു പോയ പ്രതിപക്ഷ നേതാവ് അടപടലം പരാജയപ്പെട്ടു. 44 പേജുള്ള ഓർഡർ അത് കയ്യിലിരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ ആരോപണം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ ജയിക്കിന്റെ അവസരം കേരളം അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യത്തിലൊക്കെ എന്താണ് തർക്കം? അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ജയിക്കിന്റെ മറുപടി ജയിക്കിന്റെ മറുപടി. അല്ല, ഇതിൽ ലളിതമാണ്. നമുക്കെല്ലാവർക്കും ലളിതയുക്തിയിൽ ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന് കോടതിയിൽ നിന്ന് ഏൽക്കേണ്ട വന്ന കനത്ത പ്രകടനത്തെ മറച്ചു വെക്കാൻ ചോദ്യം ഉന്നയിച്ച മാധ്യമ പ്രവർത്തനെ ആക്ഷേപിച്ചത് നിങ്ങൾ എന്തിനാണ് തുള്ളുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന്റെ നിലവാരം കാത്തുരക്ഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇതിനെ സംബന്ധിച്ച് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒന്നും കോടതി കേൾക്കുന്നില്ല പോലും. എന്തുകൊണ്ടാണ് അദ്ദേഹം എന്ന് പറയുന്നത്? തുടർച്ചയായിട്ട് ബ്രൂവറി മുതൽ K-ഫോൺ മുതൽ AI ക്യാമറ മുതൽ തുടർച്ചയായി യാതൊരു തെളിവുമില്ലാതെ കോടതിയിൽ പോയി ഇപ്പൊ ഞങ്ങളൊക്കെ കാണിച്ചു കളയുമെന്ന് പറഞ്ഞ് പോകും. പിന്നെ കാണുന്നത് എങ്ങനെയാണ്? പിന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു വേള ചോദിച്ചില്ലേ, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ? ചോദിച്ചതാരാണ്? കോൺഗ്രസ് അറിയില്ലേ? ഞങ്ങൾ ആരും അല്ലല്ലോ ചോദിച്ചത്, ഈ ഹൈക്കോടതിയാണ് ചോദിച്ചത്. നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിട്ടാണോ നിങ്ങൾ കോടതിയിലേക്ക് വരുന്നത്? കാരണം എന്താണ്? കോടതിയുടെ മുമ്പിൽ വേണ്ടത് തെളിവുകളാണ്. തെളിവുകളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ CIG റിപ്പോർട്ട് വന്നിട്ട് തെളിവ് കൊണ്ടുതരാം, മറ്റേ കാര്യം വന്നിട്ട് തരാം, സോഷ്യൽ മീഡിയയിൽ തെളിവുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? ഏത് കോടതിയും, അത് കോടതി ഇരിക്കുന്ന ന്യായാധിപരാകുമാവട്ടെ, ഏത് കോടതിയും ഇങ്ങനെ ചോദിച്ചു പോയില്ലേ? അന്നേരം പറയുകയാണ് ഹൈക്കോടതി ആകെ ആക്ഷേപിക്കുക. ഒരു അഭിഭാഷകൻ അങ്ങ് പറ, ഏതെങ്കിലും ഒരു ബെഞ്ചിൽ അസാധാരണ സ്വഭാവമുള്ള വിധി പ്രസ്താവമൊക്കെ നടത്തിയാൽ ന്യായത്തിനും നീതിക്കും നിരക്കാത്ത വിധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കോടതിയെയും ന്യായാധിപരെയും ഒക്കെ വിമർശിക്കാറുണ്ട്. പക്ഷെ ഇത് പ്രത്യേകത എന്താണ്? ഇത് തുടർച്ചയായിട്ട് K-ഫോണിൽ, ബ്രൂവറിയിൽ, AI ക്യാമറയിൽ അക്കമിട്ട് നിരത്തിയാൽ 10-12 കേസ് വരും. ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ മാത്രം ഇങ്ങനെ പോയി കോടതി എടുത്ത് വാരിക്കോട്ടെ കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത്. ആ ഘട്ടത്തിലൊക്കെ ഈ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബെഞ്ചിനെ, ഒരു ന്യായാധിപനെയോ അല്ല, ഹൈക്കോടതി ഇപ്പോ കുറെയായി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒന്നും എടുക്കുന്നില്ല. ഇതിൽ പരം ഒരു കോടതി സംവിധാനത്തെ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ, പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട പദവിയാണല്ലോ LOP, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ആ പദവിയിലിരിക്കുന്ന ഒരാൾ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു സംവിധാനത്തെ ആകെ യാതൊരു വിധത്തിലുള്ള വസ്തുതകളുടെയും അടിസ്ഥാനത്തിലും പിൻബലത്തിലും അല്ലാതെ ആക്ഷേപിക്കുകയും അതിന്റെ വിശ്വാസ്യത തകർത്ത് കളയുമാർ പ്രതികരണം നടത്തുകയും ചെയ്യുന്നത്? ഇതൊന്നും പക്വതയും ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകേണ്ടതല്ല. അവിടെയാണ് സ്കൂളിനെ കുറിച്ച് മുമ്പ് നമ്മൾ ഉന്നയിച്ച വിമർശനം വീണ്ടും പ്രസക്തമാകുന്നത്, വീണ്ടും പാരായണർഹമാകുന്നത്. ശരി, ഇത് കോടതിയുടെ ഷുക്കൂർ വക്കീൽ, താങ്കളുടെ കൂടി പ്രതികരണത്തോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്ന് വളരെ സുപ്രധാന ആവശ്യം ഉന്നയിച്ചു കൊടുത്ത ഹർജിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 44 പേജുള്ള ഓർഡർ, അതിനെക്കുറിച്ചാണ്. ഇത് യഥാർത്ഥത്തിൽ ജയിക്ക് പറഞ്ഞ പോലെ ഹൈക്കോടതിയെ അധിക്ഷേപിക്കുന്ന ഒരു പ്രതികരണമായി പോയോ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണെന്നറിയോ? ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഈ ഓർഡർ നോക്കുകയായിരുന്നു. എത്രയോ സുപ്രീം കോടതി വിധികൾ പരാമർശിച്ചിരിക്കുന്നു എന്ന് ഞാൻ അതിവേഗം ഒന്ന് പറയാം. അതിൽ പറഞ്ഞിരിക്കുന്നത്, based on the discussions above, it is our considered view that this public interest litigation petition lacks substantive merit and does not meet the established legal threshold
for judicial intervention in the state's contractual matters. As such, we are not inclined to order a court-monitored inquiry into the allegations that the petitioner have raised. Petitioner ആരാണ്? പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് എന്താണ്? കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം. അങ്ങനെ ഇടപെടാൻ കഴിയുന്ന യാതൊരു തരത്തിലുള്ള രേഖകളും വിവരങ്ങളും തെളിവുകളും ഒന്നുമില്ല. അപ്പോൾ ഈ പത്രസമ്മേളനം നടത്തിയ ആരോപണം അത് തന്നെയാണ് ഇപ്പോൾ സേനാപതി വേണു ചെയ്തത്. ചുമ്മാ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ, തെളിയിക്കാൻ കഴിയണ്ടേ, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നേടാൻ കഴിയണ്ടേ? ഇത് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയെ കൂടി അധിക്ഷേപിക്കും വിധത്തിലായിപ്പോയോ അദ്ദേഹത്തിൻ്റെ ഈ വിധിക്കെതിരായ പരാമർശം? ശ്രീ ഷുക്കൂർ വക്കീൽ. തീർച്ചയായും നമ്മൾ കാണേണ്ട സംഗതി, ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്ത് ഉള്ള ആൾക്കാർ അസ്വസ്ഥരാകും. അവരുടെ വലിയ പ്രധാനപ്പെട്ട ഒരു ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ പ്രവർത്തിക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ളവർ അസ്വസ്ഥരാകും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഗവൺമെൻറ്റിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നയാൾ ഒരുപാട് രേഖകൾ കയ്യിൽ കിട്ടാൻ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന് വിചാരിച്ചാൽ ഗവൺമെൻറ് എല്ലാ രേഖകളുടെയും പകർപ്പെടുക്കാൻ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് കഴിയും. നിയമസഭ അംഗങ്ങൾക്കുള്ള പ്രിവിലേജ് നമുക്കറിയാം, റൈറ്റ് ഇൻഫർമേഷൻ വരുന്നതിൻ്റെ എത്ര വിശദമായ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. പക്ഷേ നിർഭാഗ്യവശാൽ എന്ത് സംഭവിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് കോടതിയെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇന്ന് സംസാരിക്കുന്നത്. കോടതിയുടെ മുമ്പാകെ കഴിഞ്ഞ 2 വർഷമായി കേസ് നിലനിൽക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും കോടതി ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വാദങ്ങൾ തെളിയിക്കുന്ന എന്ത് രേഖയാണുള്ളത്? ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എന്ത് അവ്യക്തമായ ഒരു കാര്യങ്ങളാണ് ചെയ്തത്? ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ? ആ കാര്യങ്ങൾ ഒന്നും സ്ഥാപിക്കാൻ കഴിയാതെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് കോടതിക്ക് എന്താ ചെയ്യാൻ പറ്റുക? കോടതിക്ക് ഒരു പോലീസിന് പോലും ഒരു വൈറ്റ് കോൺസ്റ്റബിൾ പോലും അന്വേഷിക്കാൻ സാധ്യതയില്ലാത്തൊരു കേസ് എങ്ങനെയാണ് കോടതിക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയുക? കോടതിക്ക് വേറെ പണിയില്ല നാട്ടിൽ. അതെ, അത്രമേൽ എക്സിബിറ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്, രേഖകൾ വന്നിട്ടുമുണ്ട്. അതാണ് ഷുക്കൂർ വക്കീൽ ഏറ്റവും രസകരമായ കാര്യം. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു ഓരോ എക്സിബിറ്റ് പി അല്ല ആ രേഖകളൊന്നും ശരത്തെ ആ രേഖകളൊന്നും ഇവരുടെ ആക്ഷേപങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതല്ലെന്ന്. അവരൊരുപാട് രേഖകൾ കൊണ്ടുകൊടുക്കുന്നതിൽ കാര്യമില്ലല്ലോ. ആ രേഖകളൊന്നും കോടതി ഉണ്ടായിട്ടുണ്ട്. കോടതി ഒരു രസകരമായ എക്സിബിറ്റ് പറയാം. എക്സിബിറ്റ് P43 എ ട്രൂ കോപ്പി ഓഫ് ഈ ചർച്ച അവസാനിപ്പിക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു. എക്സിബിറ്റ് P43 എന്താണെന്നറിയോ? എ ട്രൂ കോപ്പി ഓഫ് ദ ന്യൂസ് റിപ്പോർട്ട് പബ്ലിഷ്ഡ് ഓൺ 4/5/2023 ഇൻ ദ മലയാള മനോരമ ന്യൂസ് ഗ്രൂപ്പ് ത്രൂ ദെയർ ഓൺലൈൻ വെബ്സൈറ്റ്. ഇതാണ് ഒരു എക്സിബിറ്റ്, കോടതിയിൽ തെളിവായി കൊടുത്ത ഒരു എക്സിബിറ്റ്. ബാക്കിയൊന്നും വേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്നില്ല. റൈറ്റ് ശരത്തെ, കണ്ണൂരിൽ നിന്നുള്ള ഒരു DCC സെക്രട്ടറി നേരത്തെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചിരുന്നു. മനോരമ പറയുന്ന സംഗതിയാണ് VD സതീശൻ പറയുന്നത്. അത് ഒന്നും കൂടി കോടതി അടിവരയിടാണ് ചെയ്തത്. എല്ലാവർക്കും വേണേൽ പരിശോധിക്കാവുന്നതാണ്. അത് ഓപ്പൺ ഡോക്യുമെൻ്റ് ആണ്. എക്സിബിറ്റ് P43 എന്ന് എഴുതിയിരിക്കുന്നതാണ്. മലയാള മനോരമ ഗ്രൂപ്പിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച 4/5/2023 നോട്ട് ചെയ്തോളൂ, 4/5/2023 പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടും കൂടി ഹാജരാക്കി. അങ്ങനെ നിരവധിയായ രേഖകൾ കൊടുത്ത് അതെല്ലാം പരിശോധിച്ച് തന്നെയാണ് ഈ ഹർജി തള്ളിയിട്ടുള്ളത്. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത് എന്നതുകൂടി കണ്ടു. മനോരമ നൽകുന്ന വാർത്ത പൂർത്തിയാക്കിക്കോളൂ. മനോരമ ഒരു ദിവസം വാർത്ത നൽകിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് പത്രസമ്മേളനം നടത്താൻ കഴിയില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ DCC സെക്രട്ടറിയാണ്. അതേ സ്വഭാവം കാണിച്ചു എന്നാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പരിഹാസ രൂപേണ വന്നതാണ്, മാധ്യമങ്ങളിൽ അത് വന്നതാണ്. ഏതായാലും ഇന്നത്തെ ഈ ചർച്ചയിലൂടെ ഉയർന്നു വന്ന വിഷയങ്ങൾ, അതിലുയർന്നു വന്ന നിരീക്ഷണങ്ങൾ, ഈ വിവരങ്ങളാകെയും വസ്തുതാപരമായ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം, ചർച്ച കണ്ടവർക്ക് തീരുമാനിക്കാം, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അടിമുടി തിരിച്ചടി നേരിടുകയാണോ? ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്, ഈ ചോദ്യത്തിന്മേലായിരുന്നു ഈ നേരം അത്രയും നിരവധി വിഷയങ്ങളും രേഖകളും വിവരങ്ങളും എല്ലാം ആധാരമാക്കി ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.